ഹായ് ഓൾ, ഏവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എങ്ങനെയുണ്ട് നിങ്ങളെ സ്റ്റഡീസ് ഒക്കെ? ക്ലാസ് ഒക്കെ കറക്റ്റ് ആയിട്ട് കണ്ടുപോയി പഠിച്ചു തീർക്കാനായിട്ട് പറ്റുന്നുണ്ടോ? നമ്മൾ ഒപ്പം തന്നെ എത്തുന്നുണ്ടോ? അതോ ഡിലേ ആണോ? എങ്ങനെയുണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ? ഒപ്പം ഉള്ളവര് കീപ് ഗോയിങ്, ഒപ്പം തന്നെ പഠിച്ചു പോകാനായിട്ട് ശ്രദ്ധിക്കുക. എന്തെങ്കിലും തരത്തിൽ ഡിലേ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം സൺഡേസ് ഒക്കെ എടുത്ത് വേഗം തീർക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. നിങ്ങൾക്ക് എപ്പോഴൊക്കെ ടൈം കിട്ടുന്നുണ്ടോ അത്രയും വേഗം പഠിച്ച് പെട്ടെന്ന് തന്നെ പഠിച്ച് നിങ്ങൾ ഒപ്പം എത്താനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. ടെലിഗ്രാം സബ്സ്ക്രൈബ് ചെയ്തവരല്ലേ എല്ലാവരും? ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടുള്ളവരാണ് നിങ്ങളെന്ന് വിശ്വസിക്കുന്നു. ഇല്ലാത്തവർ ഉടനെ തന്നെ ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ട് നാളെ ഏത് ക്ലാസ് ആണ്, എത്ര മണിക്ക് ഏതൊക്കെ ക്ലാസ് ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഇൻ കേസ് ഏതെങ്കിലും ക്ലാസ് ഇല്ലെങ്കിലും അതിലൂടെ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്നത്തെ നമ്മളെ ചാപ്റ്റർ ഏതാണ്? 6th സ്റ്റാൻഡേർഡിലെ സാമൂഹ്യ ശാസ്ത്രം ഭാഗം 1 വരുന്ന ചാപ്റ്റർ ആണ്. ഏതാണ് ചാപ്റ്ററിന്റെ പേരെന്താണ്? ചാപ്റ്ററിന്റെ പേര് ആദിമ മനുഷ്യരും സംസ്കാരങ്ങളും എന്നതാണ്. ആദിമ മനുഷ്യരും സംസ്കാരങ്ങളും. ഈ ഒരു ചാപ്റ്ററിൽ മനുഷ്യന്റെ ഉൽപ്പത്തിയും വികാസവും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശാസ്ത്രീയ കാഴ്ചപ്പാടുകളും ഒക്കെയാണ്. അതായത് ആദിമ മനുഷ്യര് സംസ്കാരങ്ങൾ എന്ന ഈ ഒരു ചാപ്റ്ററിൽ ഇത്തരത്തിലുള്ള കാഴ്ചപ്പാടുകളൊക്കെ നമുക്ക് രൂപപ്പെട്ട് വരണം എന്നുള്ളതാണ് ഈ ഒരു ചാപ്റ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ചാപ്റ്ററിന്റെ ആദ്യ ഭാഗത്ത് തന്നെ ജവഹർലാൽ നെഹ്റുവിന്റെ പുസ്തകമായിട്ടുള്ള ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ എന്ന ഈ ഒരു പുസ്തകത്തിൽ നിന്നുള്ള ഒരു ഭാഗമാണ് ഇവിടെ തന്നിട്ടുള്ളത്. ആദിമ മനുഷ്യർ ഒരിക്കലും നാം ഇന്ന് കാണുന്നത് പോലെ ആയിരുന്നിരിക്കില്ല. പകുതി കുരങ്ങും പകുതി മനുഷ്യനുമായിരുന്ന അവർ ഏതാണ്ട് കുരങ്ങിനെ പോലെ തന്നെ ജീവിച്ചിരിക്കണം. ജർമ്മനിയിൽ ഹൈഡൽബർഗ് എന്ന പട്ടണത്തിൽ പ്രൊഫസറെ കാണാൻ നമ്മൾ പോയത് നിനക്ക് ഓർമ്മയുണ്ടോ? ജന്തുക്കളുടെ അവശിഷ്ടങ്ങൾ സൂക്ഷിച്ചിട്ടുള്ള കാഴ്ച ബംഗ്ലാവ് അദ്ദേഹം നമുക്ക് കാണിച്ചു തന്നു. അതിൽ വിശേഷിച്ച് ഒരു തലയോട് അദ്ദേഹം ഒരു ഇരുമ്പ് പെട്ടിയിൽ ഭദ്രമായി സൂക്ഷിച്ചിരുന്നുവല്ലോ. അത് ആ ആദിമ മനുഷ്യന്റെ തലയോടാണത്രേ. ആ ആദിമ മനുഷ്യനെ ഇപ്പോൾ ഹൈഡൽബർഗ് മനുഷ്യൻ എന്നാണ് പറഞ്ഞു വരുന്നത്. ആ തലയോട് ഹൈഡൽബർഗ് എന്ന പട്ടണത്തിന് സമീപം ഒരു ദിക്കിൽ നിന്ന് കുഴിച്ചപ്പോൾ കണ്ടുകിട്ടിയത് കൊണ്ടാണ് ഈ ഒരു പേര് വന്നത്, ഹൈഡൽബർഗ് മനുഷ്യൻ. അവലംബം ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ, ജവഹർലാൽ നെഹ്റു. ഈ ഒരു ഭാഗത്ത് എന്താണ് സ്പെസിഫിക് ആയി എടുത്ത് പറഞ്ഞിട്ടുള്ളത്? ഒരു ആദിമ മനുഷ്യന്റെ തലയോട് ഇരുമ്പുപെട്ടിയിൽ സൂക്ഷിച്ചിരുന്നതായി പറഞ്ഞു. എവിടെ? ജർമ്മനിയിലെ ഹൈഡൽബർഗ് എന്ന പട്ടണത്തിലാണ്. അവിടുത്തെ ഒരു കാഴ്ച ബംഗ്ലാവില് ഹൈഡൽബർഗ് മനുഷ്യൻ, ഒരു ആദിമ മനുഷ്യന്റെ തലയോട് ലക്ഷക്കണക്കിന് വർഷത്തെ പഴക്കമുള്ളത് ജർമ്മനിയിലെ ഹൈഡൽബർഗിൽ നിന്ന് കണ്ടെത്തിയത്. അതൊക്കെയല്ലേ നമുക്ക് ഇവിടെ നിന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോ അത്തരത്തിൽ ഇത്രയേറെ വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന മനുഷ്യരെ കുറിച്ചോ അതുപോലുള്ള കാലഘട്ടത്തെ കുറിച്ചോ നമുക്കറിയില്ല. അവരെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. പൂർവികരെ കണ്ടെത്താം. ഇവിടെ ഈ ഒരു പിക്ചറിൽ തന്നിരിക്കുന്നത് പോലെ പൂർവികരെ കണ്ടെത്താനായിട്ട് കഴിയും. ഇങ്ങനെ അനേകായിരം തലമുറകൾ പിറകോട്ട് പോവാൻ കഴിഞ്ഞാൽ നമുക്ക് ആദിമ മനുഷ്യരിൽ ചെന്നെത്താം എന്നാണ് ഇവിടെ പിക്ചറൈസ് ചെയ്ത് കാണിച്ചിട്ടുള്ളത്. ലളിതമായിട്ടുള്ള ഒരു ആക്ടിവിറ്റി പോലെയാണ് തന്നിരിക്കുന്നത്. നമുക്കിത് ആവശ്യമില്ല. നെക്സ്റ്റിലേക്ക് പോകാം. BCE C, ഇത് നമ്മൾ നേരത്തെ ഒരു ക്ലാസ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടോ? ബിഫോർ കോമൺ എറ, അതുപോലെ കോമൺ എറ. അവ എന്താന്ന് നമുക്ക് നോക്കാം. കാലഗണന അനുസരിച്ച് ചരിത്രത്തെ രണ്ട് കാലഘട്ടങ്ങളായിട്ടാണ് വിഭജിച്ചിട്ടുള്ളത്. ഒന്ന് എന്താണ്? BCE ആണ്, പൊതുവർഷത്തിന് മുൻപ്. BCE ബിഫോർ കോമൺ എറ, പൊതുവർഷമാണ് രണ്ടാമത്തേത്. അതായത് കോമൺ എറ CE ആണ്. അങ്ങനെ രണ്ട് തരത്തിലാണ് കാലഗണന അനുസരിച്ച് ചരിത്രത്തെ മാറ്റിയിരിക്കുന്നത്. ഇവയെ ഈ BCE CE എന്നീ കാലഘട്ടങ്ങളെ മുന്നേ യേശുക്രിസ്തുവിന്റെ ജനനത്തെ അടിസ്ഥാനമാക്കിയിട്ട് രണ്ട് തരത്തിലാണ് വിഭജിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ കോമൺ ആയിട്ട് കേട്ടിട്ടുണ്ടായിരുന്ന BC AD, അതായത് ബിഫോർ ക്രൈസ്റ്റും അതുപോലെ അന്നോ ഡൊമിനി എന്നിങ്ങനെയാണ് രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് അതാണ് മാറ്റിയിട്ട് BCE CE എന്നിങ്ങനെ മാറ്റിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോ ഇവിടെ പറഞ്ഞതുപോലെ രണ്ടായിട്ട് ഭാഗിച്ചിട്ടുണ്ട് കാലഘട്ടത്തിനെ. ക്രിസ്തു ജനിക്കുന്നതിന് മുൻപുള്ള കാലഘട്ടം BC, അതായത് ബിഫോർ ക്രൈസ്റ്റ് എന്നും, ക്രിസ്തുവിന് ജനനത്തിന് ശേഷമുള്ള കാലഘട്ടം AD അന്നോ ഡൊമിനി എന്നുമാണ് അറിയപ്പെട്ടിരുന്നത്. ഇത് തന്നെയാണ് യഥാക്രമം BCE എന്നും CE എന്നും അറിയപ്പെടുന്നത്. അപ്പൊ ഇങ്ങനെയാണ് കാലഘട്ടത്തിന്റെ വിഭജനം ഉണ്ടായിട്ടുള്ളത്. അതാണ് ഇത് ഇവിടെ തന്നിട്ടുള്ളത്. ഒരു നൂറ്റാണ്ട് എന്നാൽ എന്താണ്? 100 വർഷമാണ്. 100 വർഷത്തിനെയാണ് ഒരു നൂറ്റാണ്ട് എന്ന് പറയുന്നത്. ഒരു ദശലക്ഷം എന്ന് വെച്ചാൽ 10 ലക്ഷം വർഷമാണ്. ദശം എന്നാൽ 10 ആണ്. ദശരഥൻ എന്ന് പറയുന്നില്ലേ, 10. അപ്പൊ ദശലക്ഷം എന്നാൽ
10 ലക്ഷം വർഷം. അതാണ് ഇവിടെ തന്നിട്ടുള്ളത്. CE അതുപോലെ BCE ആണ് കാലഗണന നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. ഇനി മനുഷ്യരുടെ ഉദ്ഭവവും പരിണാമവും. ആദിമ മനുഷ്യരുടെ ചരിത്രത്തെക്കുറിച്ച് അറിയാൻ നമ്മെ സഹായിക്കുന്ന പ്രധാന സ്രോതസ്സുകളിൽ ഒന്നാണ് മനുഷ്യന്റെ ഫോസിലുകൾ. അപ്പോ എന്താണ് ഫോസിലുകൾ? ഫോസിലുകൾ എന്ന് പറഞ്ഞാൽ പുരാതന സസ്യങ്ങൾ, മൃഗങ്ങൾ, മനുഷ്യർ എന്നിവരുടെയൊക്കെ ശേഷിപ്പുകളാണ് ഫോസിലുകൾ എന്ന് പറഞ്ഞത്. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ഒരു ക്ലാസ്സിനകത്ത് ശിലകൾ പഠിച്ചപ്പോൾ ശിലകൾക്കിടയിൽ ഫോസിലുകൾ രൂപപ്പെടുന്നത് എങ്ങനെയാന്നൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ? ശിലകൾക്കിടയിൽ അടിഞ്ഞുകൂടുമ്പോൾ അവ അതിനകത്ത് പെട്ടുപോയ ശേഷം അത് ഫോസിലുകളായി മാറുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർക്കുന്നുണ്ടോ? അങ്ങനെയാണ് മാറുന്നത് കേട്ടോ. ഫോസിലുകളൊക്കെ അങ്ങനെ രൂപപ്പെട്ട് വരാറുണ്ട്. ഓക്കെ. പൊതുവെ പാറകളിൽ പതിഞ്ഞിരിക്കുന്ന ഇവ ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഇതാണ് ഫോസിലുകൾ. അപ്പം മനുഷ്യരുടേത് മാത്രമല്ല, സസ്യങ്ങൾ, മൃഗങ്ങൾ എല്ലാം തന്നെ, അവയുടെ എല്ലാം തന്നെ ശേഷിപ്പുകളാണ് ഫോസിലുകൾ എന്ന് പറയുന്നത്. ഫോസിലുകളെ കുറിച്ചുള്ള പഠനത്തിന്റെ പേരെന്താ? എനിക്ക് തോന്നുന്നു നമ്മളെ ക്ലാസ്സിന് തന്നെ നമ്മൾ എപ്പോഴോ പറഞ്ഞിട്ടുണ്ട്. ഓർക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ. അറിയാവുന്നവർ പറയൂ, അറിയാത്തവരും പഠിക്കട്ടെ കേട്ടോ. അപ്പൊ നമുക്ക് ബാക്കി നോക്കാം. ഇത്തരം ഫോസിലുകളുടെ കാലപ്പഴക്കം ശാസ്ത്രീയമായി നിർണയിച്ചാണ് മനുഷ്യരുടെ ഉദ്ഭവത്തിന്റെയും പരിണാമത്തിന്റെയും ചരിത്രം രൂപപ്പെടുത്തിയിരുന്നത്. അപ്പൊ മനുഷ്യരുടെ ചരിത്രത്തെ കുറിച്ച് പഠിക്കാനായിട്ട് സഹായിക്കുന്നത് പ്രധാനമായിട്ടും മനുഷ്യരുടെ ഫോസിലുകൾ തന്നെയാണ്. അപ്പൊ മനുഷ്യന്റെ പരിണാമത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം. മനുഷ്യരുടെ ഉദ്ഭവത്തെക്കുറിച്ച് ശാസ്ത്രീയമായ ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് വെക്കുന്നത് ആരാണ്? ചാൾസ് ഡാർവിൻ ആണ്. നമ്മൾ പരിണാമ സിദ്ധാന്തത്തെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട് അല്ലെ? അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ചാൾസ് ഡാർവിൻ മനുഷ്യരുടെ ഉദ്ഭവത്തെക്കുറിച്ച് ശാസ്ത്രീയമായ ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചത് ചാൾസ് ഡാർവിൻ ആണ്. ദീർഘകാലം കൊണ്ട് സംഭവിച്ച ജൈവിക മാറ്റത്തിലൂടെയാണ് മനുഷ്യരുടെ ഉദ്ഭവം എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. ഈ പ്രക്രിയയ്ക്ക് അദ്ദേഹം പരിണാമം എന്ന പേര് നൽകി. ദീർഘകാലം കൊണ്ട് സംഭവിക്കുന്ന ജൈവിക മാറ്റമാണ് മനുഷ്യരുടെ ഉദ്ഭവത്തിന് കാരണമായത് എന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുകയും ആ ഒരു പ്രക്രിയയെ പരിണാമം എന്ന പേരിലാണ് അദ്ദേഹം വിളിക്കുകയും ചെയ്തത്. 1859 പ്രസിദ്ധീകരിച്ച ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന ഗ്രന്ഥത്തിലൂടെയാണ് മനുഷ്യ പരിണാമത്തെക്കുറിച്ചുള്ള സിദ്ധാന്തം അദ്ദേഹം അവതരിപ്പിച്ചത്. മനുഷ്യ പരിണാമത്തെക്കുറിച്ചുള്ള സിദ്ധാന്തം ചാൾസ് ഡാർവിൻ 1859 പ്രസിദ്ധീകരിച്ച ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന പുസ്തകത്തിൽ അവതരിപ്പിച്ചു. അപ്പോ ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? ചാൾസ് ഡാർവിൻ ആണ്. ഓക്കെ, അതിവിടെ ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി ആരാണ് ചാൾസ് ഡാർവിൻ? 1809 ഫെബ്രുവരി 12 ഇംഗ്ലണ്ടിലാണ് ചാൾസ് ഡാർവിൻ ജനിച്ചത്. ഭൂമിയിൽ ജീവന്റെ ഉദ്ഭവത്തിലേക്കും ജീവജാലങ്ങളുടെ വൈവിധ്യത്തിലേക്കും നയിച്ച പ്രക്രിയകൾ മനസ്സിലാക്കാൻ സഹായിച്ച പ്രകൃതി ശാസ്ത്രജ്ഞനാണ് ഇദ്ദേഹം. എല്ലാ ജീവജാലങ്ങളും പരിണമിച്ച് രൂപപ്പെട്ടതാണെന്നും ഓരോ ജീവിവർഗവും ഇന്നത്തെ രൂപത്തിലെത്താൻ അനേക ലക്ഷം വർഷങ്ങൾ എടുത്തുവെന്നും ചാൾസ് ഡാർവിൻ തന്റെ പരിണാമ സിദ്ധാന്തത്തിലൂടെ വിശദീകരിച്ചു. ഇദ്ദേഹത്തിന്റെ പരിണാമ സിദ്ധാന്തം എങ്ങനെയാണ്? ഓരോ ജീവിവർഗവും ഇന്നത്തെ രൂപത്തിലെത്തുന്നതിനായിട്ട് അനേക ലക്ഷം വർഷങ്ങൾ എടുത്തു എന്ന് ചാൾസ് ഡാർവിൻ പറയുന്നു. അതിനെയാണ് അദ്ദേഹം പരിണാമം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ പറഞ്ഞത് തന്നെ. ആ പുസ്തകത്തിന്റെ പേര് നോട്ട് ചെയ്യണം, ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷീസ്. അങ്ങനെ മനുഷ്യരുടെ ഉദ്ഭവത്തെ കുറിച്ചുള്ള ഒരു തുടക്കം അല്ലെങ്കിൽ ശാസ്ത്രീയമായ ഒരു കാഴ്ചപ്പാട് ആദ്യമായി മുന്നോട്ട് വെച്ചു. ഇനി നമ്മുടെ മനുഷ്യരുടെ പൂർവികരെ കുറിച്ച് നോക്കാം. ആദിമ മനുഷ്യർ രൂപം കൊണ്ടത് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപാണെന്ന് നമ്മൾ പറഞ്ഞു. സസ്തനികളിൽ ഒരു വിഭാഗമായിട്ടുള്ള പ്രൈമേറ്റുകളിൽ നിന്നാണ് മനുഷ്യ പരിണാമം ആരംഭിക്കുന്നത്. സസ്തനികളിൽ ഒരു വിഭാഗമായിട്ടുള്ള പ്രൈമേറ്റുകളിൽ നിന്ന് ഇത്തരത്തിലൊരു പരിണാമം എങ്ങനെ സംഭവിച്ചു എന്ന് മനസ്സിലാക്കത്തക്ക വിധത്തിൽ ഇതാ ഇവിടെ ഒരു ഫ്ലോ ചാർട്ട് തന്നിട്ടുണ്ട്. എങ്ങനെയാണ്? ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ മനുഷ്യ പരിണാമം ആരംഭിക്കുന്നത് സസ്തനികളിലെ ഒരു വിഭാഗമായിട്ടുള്ള പ്രൈമേറ്റുകളിൽ നിന്നാണ്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് പ്രൈമേറ്റുകൾക്ക് ശേഷം വരുന്നത് ഹോമിനോയിഡുകളാണ്. ഈ ടേം ഒക്കെ നമ്മൾ കുറച്ച് മുന്നത്തെ ക്ലാസ്സുകളിലൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ? ഓക്കെ, അപ്പൊ ഹോമിനോയിഡുകൾ 4 കാലിൽ നടത്തമുള്ളവയാണ് ഹോമിനോയിഡുകൾ. ഹോമിനോയിഡുകളിൽ നിന്ന് ഹോമിനിഡുകൾ വരുന്നു.
ഹോമിനിഡുകൾ ഇരുകാലിൽ നടത്തമുള്ളവയാണ് ഹോമിനിഡുകൾ മാറിപ്പോകരുത് കേട്ടോ. ഹോമിനോയിഡുകൾ വരുന്നത് 4 കാലിലും ഹോമിനിഡുകൾ ഇരുകാലിലുമാണ്. ശേഷം ഈ ഹോമിനിഡുകൾ രണ്ടായിട്ട് ഭാഗിക്കപ്പെടുന്നുണ്ട്. എങ്ങനെയാണ്? ഒന്ന് ആസ്ട്രലോപിത്തക്കസ്, രണ്ടാമത്തേത് ഹോമോ. ആസ്ട്രലോപിത്തക്കസും ഹോമോയുമായിട്ട് ഹോമിനിഡുകൾ വിഭജിക്കപ്പെടുകയും ഈ ഹോമോ പിന്നീട് 3ആയി ഭാഗിക്കപ്പെടുന്നുണ്ട്. എങ്ങനെയാണ്? ഹോമോ ഹാബിലസ്, ഹോമോ ഇറക്ടസ്, ഹോമോ സാപ്പിയൻസ് എന്നിങ്ങനെ. ഹോമോ ഹാബിലസ് എന്നാൽ ഉപകരണ നിർമ്മാതാക്കളാണ്. ഹോമോ ഇറക്ടസ് എന്നാല് നിവർന്നു നിൽക്കുന്ന, ഇറക്ടസ് ആണ് നിവർന്നു നിൽക്കുന്ന മനുഷ്യരാണ്. ഹോമോ സാപ്പിയൻസ് ആവുമ്പോൾ ബുദ്ധിയുള്ള മനുഷ്യരാണ്. ഇങ്ങനെയാണ് ഹോമോ പിന്നീട് 3ആയിട്ട് വിഭജിക്കപ്പെടുന്നത്. ആദ്യം പ്രൈമേറ്റുകളാണ്, ഹോമിനോയിഡുകളായിട്ട് പിന്നീട് മാറുന്നു. തുടർന്ന് ഇരുകാലിൽ നടത്തമുള്ള ഹോമിനിഡുകളായിട്ടും പിന്നീട് 2ആയിട്ടാണ് ഹോമിനിഡുകൾ ഭാഗിക്കപ്പെടുന്നത്, ആസ്ട്രലോപിത്തക്കസ് ആയിട്ടും ഹോമോയായിട്ട്. ഇതിലെ ഹോമോയാണ് പിന്നീട് ഉപകരണ നിർമ്മാതാക്കളായിട്ടുള്ള ഹോമോ ഹാബിലസ് ആയും നിവർന്നു നിൽക്കുന്ന മനുഷ്യരായ ഹോമോ ഇറക്ടസ് ആയും ബുദ്ധിയുള്ള മനുഷ്യരായ ഹോമോ സാപ്പിയൻസ് ആയും മാറുന്നത്. നമ്മൾ എല്ലാവരും ഉൾപ്പെടുന്ന മനുഷ്യവിഭാഗമായിട്ടുള്ള ഹോമോ സാപ്പിയൻസ്. ഇവിടെ പ്രൈമേറ്റുകൾ എന്ന് പറയുമ്പോൾ ഏകദേശം 36 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപാണ് ഈ സസ്തനികളിൽ ഒരു വിഭാഗമായിട്ടുള്ള പ്രൈമേറ്റുകൾ രൂപം കൊണ്ടത് എന്നാണ് കണക്കുകൾ പറയുന്നത്. ഹോമിനോയിഡുകളിലേക്ക് വരുമ്പോൾ ദീർഘകാലത്തെ പരിണാമക്രിയയുടെ ഫലമായിട്ടാണ് ഏകദേശം 24 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപാണ് പ്രൈമേറ്റുകളിൽ ഒരു വിഭാഗമായിട്ടുള്ള ഈ ഹോമിനോയിഡുകൾ രൂപം കൊള്ളുന്നത്. ഈ ഹോമിനോയിഡുകൾക്ക് ഹോമിനിഡുകളെക്കാൾ തലച്ചോറ് ചെറിയ തലച്ചോറാണ് ഇവർക്ക് ഉണ്ടായിരുന്നത്. ഹോമിനോയിഡുകളുടെ തലച്ചോറ് എന്ന് പറയുന്നത് ചെറുതാണ്. ഇവർ 4 കാലിലാണ് നടന്നിരുന്നത്. അവയുടെ മുൻകാലുകൾ അയവുള്ളവയും അതുപോലെ നീളമുള്ള ശരീരവും ഒക്കെ ആയിരുന്നു ഈ ഹോമിനോയിഡുകളുടെ സവിശേഷതയാണ് പറഞ്ഞത്. ഹോമിനിഡുകളിലേക്ക് വരുമ്പോൾ ഈ ഹോമിനോയിഡുകൾ പരിണമിച്ചു കൊണ്ടുണ്ടായിട്ടുള്ള ജീവിവർഗമാണ് ഈ ഹോമിനിഡുകൾ എന്ന് പറയുന്നത്. ഹോമിനിഡേ എന്ന് പറയപ്പെടുന്ന കുടുംബത്തിലാണ് ഈ ഒരു ഹോമിനിഡുകൾ ഉൾപ്പെടുന്നത്. ഇതിലേക്ക് മാറ്റം വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ ഇവരുടെ തലച്ചോറിന്റെ വലിപ്പം കൂടുന്നുണ്ട്. അതുപോലെ ഇരുകാലിൽ നടത്തം സംഭവിക്കുന്നുണ്ട്. ഇവർക്ക് നിവർന്നു നിൽക്കാനുള്ള കഴിവും ഉണ്ട്. ഇതൊക്കെയാണ് ഈ ഹോമിനിഡുകളുടെ സവിശേഷതകളായിട്ട് പറയുന്നത്. തലച്ചോറിന്റെ വലിപ്പം കൂടുതലാണ്, ഇരുകാലിൽ ഇവർക്ക് നടക്കാനായിട്ട് സാധിക്കുന്നുണ്ട്, ഇവർക്ക് നിവർന്നു നിൽക്കാനായിട്ടും സാധിക്കുന്നുണ്ട്. പിന്നീട് ആസ്ട്രലോപിത്തക്കസിലേക്ക് വരുമ്പോൾ ഹോമിനിഡുകളിൽ നിന്ന് രൂപപ്പെട്ടിട്ടുള്ള ജീനസുകളാണ് ഈ പറയുന്ന ആസ്ട്രലോപിത്തക്കസ്. ഈ ആസ്ട്രലോപിത്തക്കസും ഹോമോയും അങ്ങനെ തന്നെയാണ്, ഹോമിനിഡുകളിൽ നിന്ന് വന്നതാണ് നമ്മൾ പറഞ്ഞല്ലോ. ഇതില് ഈ ആസ്ട്രലോപിത്തക്കസിന് ആസ്ട്രലോപിത്തക്കസിന്റെ തലച്ചോറ് എന്ന് പറയുന്നത് ഹോമോയേക്കാൾ ചെറുതാണ് ആസ്ട്രലോപിത്തക്കസിന്റെ തലച്ചോറ് എന്ന് പറയുന്നത്. അതുകൂടാതെ വലിയ താടിയല്, നീളം കൂടിയ പല്ല് ഇവയൊക്കെയാണ് ആസ്ട്രലോപിത്തക്കസിന്റെ സവിശേഷത. ആസ്ട്രലോപിത്തക്കസിന് താടിയല് വലുതാണ്, നീളം കൂടിയ പല്ലുകളൊക്കെയാണ് ഇവയ്ക്കുള്ളത്. ഇവ കൂടുതൽ നേരവും മരങ്ങളിൽ ചെലവിട്ടത് കൊണ്ടാണ് ഇവയുടെ നിവർന്നുള്ള നടത്തത്തിന് ബുദ്ധിമുട്ട് നേരിട്ടത്. ഇവ കൂടുതൽ നേരവും മരങ്ങളിൽ ചെലവിട്ടതിനാൽ ഇവയ്ക്ക് നിവർന്നുള്ള നടത്തത്തിന് ബുദ്ധിമുട്ട് നേരിടേണ്ടതായിട്ട് വന്നു എന്നാണ് പറയപ്പെടുന്നത് ആസ്ട്രലോപിത്തക്കസ്. ഇനി ഹോമോയിലേക്ക് വരുമ്പോൾ ആസ്ട്രലോപിത്തക്കസുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ, ഈ ഹോമിനിഡുകളിൽ നിന്ന് വന്ന ആസ്ട്രലോപിത്തക്കസുമായി താരതമ്യം ചെയ്യുമ്പോൾ ഹോമോ എന്ന് പറയുന്നത് പൊതുവെ വലിയ തലച്ചോറും അതുപോലെ പുറത്തേക്ക് പരിമിതമായി മാത്രം ഉന്തിയിട്ടുള്ള താടിയല്, ചെറിയ പല്ലുകളൊക്കെ ഉള്ളവയാണ് ഈ ഹോമോ എന്ന് പറയുന്നത്. കുറച്ചും കൂടെ മാനുഷിക രൂപത്തിലേക്ക് വന്നു എന്നാണ് പറയപ്പെടുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ശാസ്ത്രജ്ഞർ ഹോമോയെ ഇത്തരത്തിൽ 3ആയിട്ട് ഭാഗിക്കുന്നത്. ഹോമോ ഹാബിലസിലേക്ക് വരുമ്പോൾ ആദ്യമായിട്ട് ആയുധങ്ങൾ നിർമ്മിക്കുകയും ഉപയോഗിക്കുകയും ചെയ്തത് ഹോമോ ഹാബിലസ് ആണ്. കല്ലുപകരണങ്ങൾ ഉണ്ടാക്കി എന്ന് കരുതപ്പെടുന്ന മനുഷ്യരുടെ പൂർവികരാണ് ഹോമോ ഹാബിലസ്. അതുകൊണ്ടാണ് ഹോമോ ഹാബിലസ് എന്ന പേര് വന്നത്. ഇതിൽ ഈ ഹാബിലസ് എന്നത് ഹാൻഡി മാൻ എന്ന പേരിൽ നിന്നാണ് ഈ ഒരു പേര് കിട്ടിയിട്ടുള്ളത്. ഹാൻഡി മാൻ എന്നതിൽ നിന്നാണ് ഹോമോ ഹാബിലസ് എന്നൊരു വാക്ക് വന്നത്. അപ്പൊ ആദ്യമായിട്ട് ആയുധങ്ങൾ നിർമ്മിക്കുകയും ഉപയോഗിക്കുകയും ചെയ്ത
പൂർവിക വിഭാഗമാണ് ഹോമോ ഹാബിലസ്. ഇനി ഹോമോ ഇറക്ടസ്. ഇറക്ടസ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിവർന്നു നിൽക്കുന്ന മനുഷ്യരാണ് ഹോമോ ഇറക്ടസ്. നിവർന്നു നടക്കാനായിട്ട് ആരംഭിച്ച മനുഷ്യ വംശമാണ് ഹോമോ ഇറക്ടസ്. ദീർഘകാലം, അതിദീർഘകാലം തന്നെ ഭൂമിയിൽ ഉണ്ടായിരുന്ന മനുഷ്യ പൂർവികരാണ് ഈ ഹോമോ ഇറക്ടസ്. അതായത് ഏഷ്യ, ആഫ്രിക്ക എന്നീ ഭൂഖണ്ഡങ്ങളിൽ നിന്നൊക്കെ ഇവയുടെ ഫോസിലുകൾ ലഭിച്ചിട്ടുണ്ട്. അതിൽ നിന്നാണ് പറയപ്പെടുന്നത് ഭൂമിയിൽ ഉണ്ടായിരുന്ന ഏറ്റവും കൂടുതൽ കാലം ഭൂമിയിൽ ഉണ്ടായിരുന്ന ഒരു മനുഷ്യ പൂർവിക വിഭാഗമാണ് ഹോമോ ഇറക്ടസ്. പിന്നീട് നമ്മൾ ഹോമോ സാപ്പിയൻസിലേക്ക് വരുമ്പോൾ ബുദ്ധിയുള്ള മനുഷ്യർ ഉൾപ്പെടുന്ന വിഭാഗമാണ് ഹോമോ സാപ്പിയൻസ് നമ്മൾ പറഞ്ഞു. ആധുനിക മനുഷ്യർ ഹോമോ സാപ്പിയൻസ് വിഭാഗത്തിൽപ്പെടുന്നവരാണ്. ഏകദേശം 2 ലക്ഷത്തിലധികം വർഷങ്ങൾക്ക് മുൻപ് ഇവർ ആഫ്രിക്കയിൽ ആവിർഭവിച്ചതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഈ ഹോമോ സാപ്പിയൻസ് 2 ലക്ഷം വർഷത്തിലധികമായിട്ട് അവരെ കണ്ടെത്തിയത് ആഫ്രിക്കയിൽ നിന്നാണെന്നാണ് പറയുന്നത്. അതുപോലെ കാലക്രമത്തിൽ അവിടെ നിന്നും ആഫ്രിക്കയ്ക്ക് പുറത്തുള്ള പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കുകയാണ് ഈ ഹോമോ സാപ്പിയൻസ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ എന്തൊക്കെയാ പറഞ്ഞത്? മനുഷ്യന്റെ കാലഘട്ടം, എങ്ങനെയാണ് കാലഘട്ടത്തെ വിഭജിച്ചതെന്ന് പറഞ്ഞു. ഫോസിലുകളെ കുറിച്ച് പറഞ്ഞു. കാർബൺ ഡേറ്റിങ്ങിലൂടെയാണ് ഈ ഫോസിലുകളിൽ നിന്ന് കാലപ്പഴക്കമൊക്കെ കണ്ടെത്തുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ എന്താ പറഞ്ഞത്? മനുഷ്യ പരിണാമം, ചാൾസ് ഡാർവിനെ കുറിച്ച് പറഞ്ഞു. 1809 ഫെബ്രുവരി 12 ഇദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പുസ്തകമാണ് ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്നത്. മനുഷ്യ പരിണാമത്തെ കുറിച്ച് അദ്ദേഹം സംസാരിച്ചു. ഇദ്ദേഹത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ആശയം എന്താണെന്ന് വെച്ചാൽ നിലനിൽപ്പിനായിട്ടുള്ള സംഘർഷം, സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് എന്നതുണ്ട്. ജീവജാലങ്ങൾ പരിസ്ഥിതിയോട് ഇണങ്ങിച്ചേർന്ന് നിൽക്കാനായിട്ട് പരസ്പരം മത്സരിക്കുന്നു എന്നൊരാശയവും, അതുപോലെ സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ്, അർഹതയുള്ളവരുടെ അതിജീവനം എന്ന ആശയവും മുന്നോട്ട് വെച്ചത് ചാൾസ് ഡാർവിൻ ആണ് കേട്ടോ. ഈ ഒരു സംഘർഷത്തില് നമ്മൾ നേരത്തെ പറഞ്ഞ നിലനിൽപ്പിനായുള്ള സംഘർഷത്തില് പരിസ്ഥിതിയോട് ഇണങ്ങിച്ചേർന്ന് ജീവിക്കാൻ പ്രാപ്തമായവ നിലനിൽക്കുകയും അല്ലാത്തവ, മറ്റുള്ളവയൊക്കെ ഇല്ലാതാവുകയും ചെയ്യും എന്ന ഈ ഒരു ആശയവും ചാൾസ് ഡാർവിൻ്റെതാണ്. അതുപോലെ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാൻ അനുഗുണമായിട്ടുള്ള വ്യതിയാനങ്ങളുള്ള ജീവികളെ പ്രകൃതി തന്നെ തിരഞ്ഞെടുക്കപ്പെടുന്നു എന്നുള്ളതും ചാൾസ് ഡാർവിൻ മുന്നോട്ട് വെച്ച ആശയങ്ങളിൽ ഒന്നാണ്. അതിനുശേഷം നമ്മൾ എന്താണ് പറഞ്ഞത്? പൂർവികരെ കുറിച്ച് പറഞ്ഞു. പ്രൈമേറ്റുകളിൽ നിന്ന് ആരംഭിക്കുന്ന നമ്മുടെ പൂർവികരെ കുറിച്ച് പറഞ്ഞു. ശേഷം നമ്മൾ എല്ലാവരും ഉൾപ്പെടുന്ന മനുഷ്യവർഗമായ ഹോമോ സാപ്പിയൻസിലേക്കും എത്തി. ഇനി നമുക്ക് ഈ ഒരു മനുഷ്യന്റെ വികാസത്തിന്റെ വിവിധ ഘട്ടങ്ങളിലേക്ക് കടക്കാം. ആദിമ മനുഷ്യർ വനാന്തരങ്ങളിലാണ് വസിച്ചിരുന്നത്. കായ്കനികൾ ശേഖരിച്ചും മൃഗങ്ങളെ വേട്ടയാടി അവയുടെ മാംസം ഭക്ഷണമാക്കിയും അവർ ജീവിച്ചിരുന്നു. ചുറ്റുപാടിൽ നിന്നും ലഭിച്ച പരുക്കൻ കല്ലുകളാണ് അവർ ആയുധമാക്കിയിരുന്നത്. അവരുടെ ആയുധം എന്താണ്? ചുറ്റുപാടുകളിൽ നിന്നും ലഭിച്ച പരുക്കൻ കല്ലുകളാണ്. ശിലകൾ ആയുധമാക്കി ഉപയോഗിച്ചിരുന്നതിനാൽ ഈ കാലഘട്ടത്തെ നമ്മൾ ശിലായുഗം എന്ന് പറയുന്നു. ശിലായുഗം. ആയുധങ്ങളിലും ഉപകരണങ്ങളിലും കാലക്രമത്തിലുണ്ടായ പുരോഗതിയെ അടിസ്ഥാനമാക്കിയാണ് ശിലായുഗത്തെ 3 തിരിക്കുന്നത്. അതായത് നമ്മുടെ ആദിമ മനുഷ്യർ വനാന്തരങ്ങളിൽ ജീവിച്ചിരുന്നു. അവർ കായ്കനികളും വേട്ടയാടി ലഭിച്ച മാംസവും മൃഗങ്ങളുടെ മാംസവും ഭക്ഷിച്ചു. അവരുടെ ആയുധങ്ങൾ, പ്രധാനപ്പെട്ട ആയുധങ്ങൾ എന്ന് പറയുന്നത് പരുക്കൻ കല്ലുകളാണ്. കല്ലുകൾ, ശിലകൾ ആയുധമാക്കിയതുകൊണ്ട് ആ ഒരു കാലഘട്ടത്തെ ശിലായുഗം എന്ന് പറയുന്നു. ഈ ശിലായുഗത്തിലെ ശിലകൾ, ആയുധങ്ങളാലും അതുപോലെ ഉപകരണങ്ങളായും ഒക്കെ ഉപയോഗിക്കുന്ന ശിലകളിൽ കാലക്രമേണ, കാലം മാറുന്നതിനനുസരിച്ച് പുരോഗതി ഉണ്ടാവുകയും അതിനെ അടിസ്ഥാനമാക്കി 3 ശിലായുഗത്തെ വിഭജിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് പറഞ്ഞത്. ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പൊ ശിലായുഗം എങ്ങനെയാണ് 3 വിഭജിക്കുന്നത്? പ്രാചീന ശിലായുഗം, മധ്യശിലായുഗം, നവീന ശിലായുഗം എന്നിങ്ങനെ 3 തരംതിരിക്കുന്നു. ഇനി അവയുടെ സവിശേഷതകളാണ് തന്നിട്ടുള്ളത്. ഇവിടെ കണ്ടോ, പ്രാചീന ശിലായുഗത്തിൽ ഉപയോഗിച്ചിട്ടുള്ള, നവീന ശിലായുഗത്തിൽ ഉപയോഗിച്ചിട്ടുള്ള, അതുപോലെ മധ്യശിലായുഗത്തിൽ ഉപയോഗിച്ചിട്ടുള്ള ഉപകരണങ്ങളുടെയും ആയുധങ്ങളുടെയും ഒക്കെ പിക്ചർ തന്നിട്ടുണ്ട്. അവയൊക്കെ തന്നെ കാണാൻ തന്നെ എന്തുമാത്രം വ്യത്യാസം പ്രകടിപ്പിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം അല്ലെ. അപ്പൊ അവയുടെ സവിശേഷതകൾ നോക്കാം. പ്രാചീന ശിലായുഗം. ശിലായുഗത്തിന്റെ ആദ്യത്തെ ഘട്ടമാണ് പ്രാചീന ശിലായുഗം എന്ന് പറയുന്നത്. ഇവിടെ പരുക്കൻ കല്ലുകളാണ് ഉപകരണങ്ങളാക്കി, ആയുധങ്ങളാക്കിയിട്ടൊക്കെ ഉപയോഗിച്ചിരുന്നത്. ഇവിടെ എന്താണ് സംഭവിച്ചിരുന്നത്?
വേട്ടയാടലും ശേഖരണവും ഒക്കെയാണ് ഉപജീവനമായി അവർ ഉപയോഗിച്ചിരുന്നത്. പ്രധാനമായും വേട്ടയാടലാണ്. മധ്യശിലായുഗത്തിലേക്ക് വരുമ്പോൾ സൂക്ഷ്മശിലാ ഉപകരണങ്ങൾ ഉപയോഗിച്ചു. ഇവിടെ ഈ പരുക്കൻ ഉപകരണങ്ങൾ എന്നത് മാറി അവിടെ സൂക്ഷ്മശിലാ ഉപകരണങ്ങളാണ്. സൂക്ഷ്മശിലാ ഉപകരണങ്ങൾ. അതിനുശേഷം അവർ വേട്ടയാടലും ശേഖരണവും അല്ലാതെ ഭക്ഷ്യയോഗ്യമായിട്ടുള്ള പുല്ലിനങ്ങളും മത്സ്യവും ഒക്കെ ഭക്ഷണമാക്കി തുടങ്ങി. വേട്ടയാടുന്നത് മാത്രമല്ലാതെ ഭക്ഷ്യയോഗ്യമായിട്ടുള്ള പുല്ലിനങ്ങളും മത്സ്യവും ഒക്കെ ഇവർ ഭക്ഷണമാക്കി തുടങ്ങി മധ്യശിലായുഗ കാലഘട്ടത്തിലായപ്പോഴത്തേക്കും. അതിനുശേഷം മൃഗത്തോലും മരത്തോലും ഇലകളും ഒക്കെ വസ്ത്രമാക്കാനും തുടങ്ങി. അപ്പൊ അത്തരത്തിലൊരു പുരോഗതി നമുക്കിവിടെ മധ്യശിലായുഗം വരുമ്പോഴേക്കും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ മൃഗത്തോല്, മരത്തോല്, ഇലകളൊക്കെ വസ്ത്രങ്ങളായി ഇവർ ഉപയോഗിച്ചു തുടങ്ങി. ഭക്ഷണമായിട്ട് വേട്ടയാടലും ഉണ്ടായിരുന്നു, ഒപ്പം തന്നെ പുല്ലിനങ്ങളും മത്സ്യവും ഒക്കെ ഭക്ഷണമാക്കി. പിന്നീട് നമുക്ക് കാണാൻ പറ്റുന്നത് ഉപകരണങ്ങളിലുള്ള മാറ്റമാണ്. സൂക്ഷ്മശിലാ ഉപകരണങ്ങളാണ് മധ്യശിലായുഗത്തിലെ ജനത ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. നവീന ശിലായുഗത്തിലേക്ക് വരുമ്പോൾ, നവീനം എന്നാൽ പുതിയത് എന്നൊരർത്ഥമാണ്. നവീന ശിലായുഗത്തിലേക്ക് വരുമ്പോഴേക്കും അവർ കൃഷി ആരംഭിക്കുന്നുണ്ട്. കൃഷി ആരംഭിച്ചു. കൂടുതൽ പരിഷ്കരിക്കപ്പെട്ടതും മിനുസമുള്ളതുമായിട്ടുള്ള കല്ലുപകരണങ്ങളാണ് ഉപയോഗിച്ചത്. കൂടുതൽ പരിഷ്കരിക്കപ്പെട്ടതാണ്, അതുപോലെ മിനുസമുള്ളതാണ്. നമുക്ക് ഈ പിക്ചറിൽ നിന്ന് തന്നെ അത് ക്ലിയർ ആണല്ലോ അല്ലെ. അതുപോലെ ഇവിടെ ചക്രം കണ്ടുപിടിക്കുകയും മൺപാത്ര നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു. ഈ ഒരു നവീന ശിലായുഗമായപ്പോഴേക്കും ചക്രം കണ്ടുപിടിക്കുകയും മൺപാത്ര നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു. അത്തരത്തിലൊരു പുരോഗതി കൂടെ നവീന ശിലായുഗത്തിന്റെ ഭാഗമായി നമുക്ക് കാണാനായി സാധിക്കും. അപ്പൊ ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് സവിശേഷതകളാണ്. ഈ ഒരു സവിശേഷതകളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ. ഈ പ്രാചീന ശിലായുഗത്തിന്റെ ഉദാഹരണങ്ങളായിട്ട് നമുക്ക് വയനാട് ജില്ലയിൽ, കേരളത്തിലെ വയനാട് ജില്ലയിലെ ഇടയ്ക്കൽ കേവ്സ് കേട്ടിട്ടില്ലേ? പ്രാചീന ശിലായുഗത്തിനൊരു ഉദാഹരണമാണത്. രണ്ടാമത് നമുക്ക് പറയാൻ പറ്റുന്ന ഒന്നാണ് മധ്യപ്രദേശിലെ ബിംബേഡ്ക. പ്രാചീന ശിലായുഗത്തിന് ഉദാഹരണമായി പറയാവുന്നവയാണ് ബിംബേഡ്ക എന്നത്. അപ്പൊ ബിംബേഡ്ക നോക്കാം. ശിലായുഗ മനുഷ്യർ അധിവസിച്ചിരുന്ന ഇന്ത്യയിലെ ഒരു പ്രധാന ഗുഹാ കേന്ദ്രമാണ് മധ്യപ്രദേശിലെ ബിംബേഡ്ക എന്നത്. ശിലായുഗ മനുഷ്യർ അധിവസിച്ചിരുന്ന ഇന്ത്യയിലെ പ്രധാന ഗുഹാ കേന്ദ്രമാണ് മധ്യപ്രദേശിലെ ബിംബേഡ്ക. ബിംബേഡ്ക എവിടെയാണ്? മധ്യപ്രദേശിലാണ്. പ്രാചീന മനുഷ്യരുടെ വിവിധ ജീവിത രീതികളെ കുറിച്ച് ഇവിടുത്തെ ഗുഹാചിത്രങ്ങൾ നമ്മോട് പറയുന്നുണ്ട്. ഇവിടുത്തെ ഇതാണ് ബിംബേഡ്കയുടെ പിക്ചർ. ഇവിടുത്തെ ഗുഹാചിത്രങ്ങൾ പ്രാചീന മനുഷ്യരുടെ ജീവിത രീതി വ്യക്തമാക്കി തരുന്ന തരത്തിലുള്ളവയാണ്. അവരുടെ ആശയവിനിമയത്തിന്റെ തെളിവ് കൂടെ ആയിട്ടാണ് ഈ ഗുഹാചിത്രങ്ങളെ നമ്മൾ കാണുന്നത്. അപ്പൊ ബിംബേഡ്ക എന്നത് പ്രാചീന ശിലായുഗത്തിന് ഉദാഹരണമാണ്. നമ്മൾ പറഞ്ഞു നവീന ശിലായുഗ കാലഘട്ടമായപ്പോഴേക്കും അവിടെ കൃഷി ആരംഭിച്ചു, ചക്രം കണ്ടുപിടിച്ചു, മൺപാത്ര നിർമ്മാണം ആരംഭിച്ചു എന്നൊക്കെ. അപ്പൊ അത്തരത്തിൽ കൃഷി ആരംഭിക്കുമ്പോൾ അവിടെ എന്താണ്? സ്ഥിരവാസത്തിനുള്ള സാധ്യത കൂടി മുന്നിൽ നിൽക്കുകയാണ്. അപ്പൊ കൃഷിയുടെ ആരംഭം എവിടെയാണ്? നവീന ശിലായുഗത്തിലാണ് കൃഷി ആരംഭിക്കുന്നത്. കൃഷി ചെയ്യാൻ ആരംഭിച്ച മനുഷ്യർക്ക് കൃഷിയിടങ്ങൾക്ക് സമീപത്തായി സ്ഥിരവാസം അനിവാര്യമായി വന്നു. നമ്മൾ ഈ ഒരു കാര്യമൊക്കെ കഴിഞ്ഞ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ഇത് കണക്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും തോന്നുന്നു അല്ലെ? നിങ്ങൾക്ക് കുറച്ചുകൂടെ പഠിക്കാൻ എളുപ്പം തോന്നില്ലേ? ഇതൊക്കെ കേട്ടതാണെന്നുള്ള രീതിയിലൊരു കുറച്ചും കൂടെ അടുത്തതായിട്ട് തോന്നില്ലേ? എല്ലാ ക്ലാസ്സുകളും കണ്ടിട്ടുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും ഇത് കുറച്ചുകൂടെ എളുപ്പമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും. അപ്പൊ നോക്കാം. കൃഷി ചെയ്യാൻ ആരംഭിച്ചപ്പോൾ മനുഷ്യർക്ക് എന്താണ്? അവരുടെ കൃഷിയിടത്തിന് അടുത്തായി തന്നെ താമസിക്കേണ്ട ഒരു സാഹചര്യം വന്നു. എന്തിനു വേണ്ടിയിട്ടാ? കൃഷി പരിപാലിക്കാനും അതുപോലെ കൃഷിയിടങ്ങളെ വന്യജീവികളിൽ നിന്ന് സംരക്ഷിക്കാനും മൃഗപരിപാലനത്തിനുമായിട്ടാണ് ഇവർ കൃഷിയിടങ്ങൾക്ക് സമീപമായിട്ട് സ്ഥിരവാസം ആരംഭിക്കുന്നത്. അപ്പൊ കൃഷിയുടെ ആരംഭം വന്നു. അതിനുശേഷം എന്താണ്? അതേ തുടർന്ന് തന്നെ ഇവിടെ സ്ഥിരവാസവും, മനുഷ്യർ ഈ നൊമാഡിക് ലൈഫ് വിട്ട് അലഞ്ഞു തിരിഞ്ഞുള്ള ഒരു ജീവിതം വിട്ടുകൊണ്ട് അവരെന്താണ്? ഒരിടത്ത് സ്ഥിരമായി താമസിക്കാനായിട്ട് ആരംഭിച്ചു. അപ്പൊ ഇത്തരത്തില് സ്ഥിരവാസം തുടങ്ങിയ ശേഷം എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക? എന്താണ്? വാസസ്ഥലങ്ങൾ നിർമ്മിച്ചു തുടങ്ങി. അവർക്ക് താമസിക്കാനായിട്ടുള്ള സ്ഥലങ്ങൾ അവർ സ്വയം നിർമ്മിച്ചു തുടങ്ങി. അങ്ങനെ നിർമ്മിക്കുകയും അവർ ഒരുമിച്ച് താമസിക്കുകയും ചെയ്തപ്പോൾ ജനങ്ങൾ തമ്മിൽ കൂടുതൽ ഇടപഴകാൻ തുടങ്ങുകയും സംഘടിത സാമൂഹിക ജീവിതത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു. അങ്ങനെ ഒറ്റപ്പെട്ടു നിന്ന മനുഷ്യർ ഒരുമിച്ച് താമസിക്കാനായിട്ട് വാസസ്ഥലങ്ങൾ ഒരുമിച്ച് തെരഞ്ഞെടുക്കാൻ തുടങ്ങുകയും വാസസ്ഥലങ്ങൾ നിർമ്മിക്കുകയും ചെയ്തു.
അത്തരത്തിൽ ഒരുമിച്ച് ജീവിക്കുകയും ജനങ്ങൾ തമ്മിൽ ഇടപഴകുകയും സംഘടിതമായിട്ടുള്ള ഒരു സാമൂഹിക ജീവിതത്തിലേക്ക് അവർ കടക്കുകയും ചെയ്തു. ഇത്തരത്തിൽ ഒരു സാമൂഹിക ജീവിതം അവിടെ മുന്നോട്ട് വരുമ്പോൾ സ്ഥിരവാസ കേന്ദ്രങ്ങൾ ക്രമേണ ഗ്രാമങ്ങളായിട്ട് വികസിക്കുകയും അവ പിന്നീട് നഗരങ്ങളായിട്ട് മാറുകയും ചെയ്തു. ഇത്രയൊക്കെ മാറ്റങ്ങളാണ് സ്ഥിരവാസം കൊണ്ട് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ ശിലായുഗത്തിൽ നിന്നും ലോഹത്തിലേക്ക് ഒരു മാറ്റം കൂടി നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ലോഹങ്ങൾ കൊണ്ടുണ്ടാക്കിയ ഉപകരണങ്ങളിലേക്കുള്ള ഒരു മാറ്റം നമുക്ക് കാണാനായി സാധിക്കും. ആദ്യം കല്ലുകൾ കൊണ്ട്, പരുക്കൻ കല്ലുകൾ കൊണ്ടും പിന്നീട് മിനുസമാക്കിയ കല്ലുകൾ കൊണ്ടുമുള്ള ഉപകരണങ്ങളും അതുപോലെ ആയുധങ്ങളുമാണ് മനുഷ്യർ ഉപയോഗിച്ചിരുന്നത്. പിന്നീട് നമുക്ക് ലോഹങ്ങൾ കൊണ്ടുള്ള വിവിധ തരത്തിലുള്ള ആവശ്യങ്ങൾ സുഗമമായി നടത്താൻ തക്ക വിധത്തിലുള്ള ലോഹ ആയുധങ്ങളും ഉപകരണങ്ങളും ഒക്കെ കണ്ടെത്തുന്നുണ്ട്. അവയിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. മനുഷ്യർ ആദ്യം ഉപയോഗിച്ച ലോഹം ഏതാണ്? ചെമ്പാണ് കേട്ടോ, ചെമ്പാണ്. ഇത് ചോദിച്ചിട്ടുണ്ട്. ചെമ്പായിരുന്നു മനുഷ്യർ ആദ്യം ഉപയോഗിച്ച ലോഹം. ലോഹങ്ങൾ കൊണ്ട് ആയുധങ്ങളും ഉപകരണങ്ങളും നിർമ്മിച്ച് ഉപയോഗിച്ചിരുന്ന കാലഘട്ടത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു? ലോഹയുഗം എന്ന് വിളിക്കുന്നു. ശിലകൾ ഉപയോഗിച്ചിരുന്ന കാലഘട്ടത്തെ നമ്മൾ ശിലായുഗം എന്ന് വിളിച്ചു. അതിലെ തന്നെ ശിലകളിലെ വ്യത്യസ്തത കാരണം നമ്മൾ പ്രാചീനം, മധ്യം, അതുപോലെ നവീനം എന്നിങ്ങനെ ശിലായുഗത്തെ 3ആയി ഭാഗിച്ചു. ലോഹങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള കാലഘട്ടത്തെ നമ്മൾ ലോഹയുഗം എന്നും വിളിച്ചു. മണ്ണ് ഉഴുതുമറിക്കാനും മരങ്ങൾ മുറിക്കാനും ഒക്കെ കാഠിന്യവും ഉറപ്പും ചെമ്പിന് കുറവായതുകൊണ്ട് ചെമ്പും ഈയവും കൂട്ടിച്ചേർത്ത് കാഠിന്യമുള്ള ഉറപ്പുള്ള വെങ്കലം എന്ന ലോഹസങ്കരം, വെങ്കലം എന്ന ലോഹസങ്കരം എന്തെല്ലാം കൂട്ടിച്ചേർക്കുമ്പോഴാണ്? ചെമ്പും ഈയവും കൂട്ടിച്ചേർക്കുമ്പോഴാണ്. ചെമ്പും ഈയവും കൂട്ടിച്ചേർക്കുമ്പോഴാണ് കാഠിന്യവും ഉറപ്പുമുള്ള വെങ്കലം എന്ന ലോഹസങ്കരം ലഭിക്കുന്നത്. ഇത്തരത്തിലുള്ള വെങ്കലം എന്ന ലോഹസങ്കരം അവർ നിർമ്മിച്ചെടുത്തു. എന്തിനാണ്? മണ്ണുഴുതുമറിക്കാനും മരങ്ങൾ മുറിക്കാനും ഒക്കെ കാഠിന്യവും ഉറപ്പുമുള്ള അവർക്ക് ഒരു ലോഹസങ്കരം വേണമായിരുന്നു. അതുകൊണ്ട് അവരത് നിർമ്മിച്ചെടുത്തു. വെങ്കലം കൊണ്ടുള്ള ആയുധങ്ങളും ഉപകരണങ്ങളും ഉപയോഗിച്ചിരുന്ന കാലഘട്ടത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു? വെങ്കലയുഗം എന്ന് വിളിക്കുന്നു. വെങ്കലയുഗം. ബ്രോൺസ് ഏജ് എന്ന് വിളിക്കുന്നു. വെങ്കലയുഗം എന്ന് വിളിക്കുന്നു. വെങ്കലം നിർമ്മിച്ചിരിക്കുന്നത് ചെമ്പും ഈയവും കൂട്ടിച്ചേർത്തുകൊണ്ടാണ്. ഇനി ഇത്തരത്തിലുള്ള വെങ്കലം ഉപയോഗിക്കാൻ തുടങ്ങിയതോടെ മനുഷ്യ ജീവിതത്തിൽ വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടായി. അതെന്തൊക്കെയാണെന്നാണ് ഇവിടെ പറയുന്നത്. വെങ്കലം ഉപയോഗിക്കുന്നത് കൊണ്ട്, വെങ്കലം കൊണ്ടുള്ള ഉപകരണങ്ങൾ കൃഷിയിടത്തിൽ വ്യാപിപ്പിക്കുന്നത്, കൃഷിയിടങ്ങൾ വ്യാപിപ്പിക്കുന്നതിന് സഹായകമായി. കൃഷിയിടങ്ങളുടെ വ്യാപനം സംഭവിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അവിടെ കൃഷി ഉൽപാദനത്തിൽ, കാർഷിക ഉൽപാദനത്തിൽ സ്വാഭാവികമായും വർധനവുണ്ടാകുന്നു. കാർഷിക ഉൽപാദനത്തിലെ വർധനവ് പിന്നീട് ഉൽപാദനം കൂടുമ്പോൾ എന്ത് സംഭവിക്കും? അവരവിടെ കൈമാറ്റങ്ങൾ കൊണ്ടുവരികയും കൈമാറ്റ കേന്ദ്രങ്ങൾ കൊണ്ടുവരികയും അത് വികസിക്കുകയും പിന്നീട് ഈ കൈമാറ്റ കേന്ദ്രങ്ങൾ വികസിച്ച് പട്ടണങ്ങളായും നഗരങ്ങളായും ഒക്കെ രൂപാന്തരപ്പെടാനായിട്ട് കാരണമാവുകയും ചെയ്തു. ക്ലിയർ ആണോ? ഇത്തരത്തിൽ വെങ്കലം കൊണ്ടുവന്നപ്പോൾ എന്ത് സംഭവിച്ചു? വലിയ രീതിയിലുള്ള വികസനങ്ങൾക്ക് കാരണമായി, വലിയ രീതിയിലുള്ള സാമൂഹിക പുരോഗതിക്ക് കാരണമായി. അങ്ങനെ വെങ്കലയുഗത്തിലെ മനുഷ്യർ ഉണ്ടാക്കിയ മാറ്റങ്ങൾ നമ്മൾ കണ്ടു. വെങ്കലം കൊണ്ട് ആ ഒരു സമൂഹത്തിലുണ്ടായ മാറ്റം നമ്മൾ കണ്ടു. ഈ മാറ്റങ്ങളുടെ ഫലമായിട്ട് നഗരങ്ങൾ കേന്ദ്രീകരിച്ച് വെങ്കലയുഗത്തിൽ സംസ്കാരങ്ങൾ രൂപപ്പെട്ടു, സിവിലൈസേഷൻസ് വന്നു. ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ, ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ അഥവാ വെങ്കലയുഗ സംസ്കാരങ്ങൾ ഏതൊക്കെയാണവ? അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വെങ്കലയുഗ സംസ്കാരങ്ങൾ 4 പ്രധാനമായിട്ടും പറയുന്നത്. മെസ്സപ്പൊട്ടോമിയൻ, ഈജിപ്ഷ്യൻ, ചൈനീസ്, ഹാരപ്പൻ എന്നിങ്ങനെ 4 തരത്തിലാണ് വെങ്കലയുഗ സംസ്കാരങ്ങൾ ഉടലെടുത്തിട്ടുള്ളത്. ഇവിടെ മാപ്പിൽ അത് കുറച്ചുകൂടെ വ്യക്തമായി മനസ്സിലാക്കത്തക്ക രീതിയിൽ തന്നിട്ടുണ്ട്. ഹാരപ്പൻ സംസ്കാരം, ചൈനീസ് സംസ്കാരം, അതുപോലെ മെസ്സപ്പൊട്ടോമിയൻ സംസ്കാരം, ഈജിപ്ഷ്യൻ സംസ്കാരം. ഇവയോട് ചേർന്ന് തന്നെ നദികളും കൊടുത്തിട്ടുണ്ട്. ശ്രദ്ധിച്ചോ നിങ്ങള്? ഇവിടെ ഹാരപ്പൻ സംസ്കാരത്തോട് ചേർന്ന് കാണപ്പെടുന്ന നദിയാണ് സിന്ധു നദി. സിന്ധു നദി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടില്ലേ, ഓരോ സംസ്കാരവും ഉടലെടുക്കുന്നത് നദീതടത്തിനടുത്താണ്, നദീതടങ്ങളിലാണ്, നദീതീരങ്ങളിലാണ്. എന്തുകൊണ്ടാണ്? ഫലഭൂയിഷ്ടമായ മണ്ണുണ്ട്, അതുപോലെ മറ്റു തരത്തിലുള്ള ഒരുപാട് പ്രയോജനങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഓരോ സംസ്കാരം. ഈജിപ്ഷ്യൻ സംസ്കാരം നൈൽ നദിയുടെ തീരത്താണ്. മെസ്സപ്പൊട്ടോമിയൻ സംസ്കാരം ഇവിടെ 2 നദികളെ കണ്ടോ, യൂഫ്രട്ടീസ് ആൻഡ് ടൈഗ്രിസ് നദികളുടെ തീരത്താണ്.
ചൈനീസ് സംസ്കാരത്തിലേക്ക് വരുമ്പോൾ ഹൊയാങ് ഹോ നദിയുടെ തീരത്താണ്. അതൊക്കെ നമുക്ക് അറിയാവുന്ന പേരുകളാണ്, കേട്ട് പരിചയമുള്ളവയാണ്. ഇവ നമ്മൾ കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോ ഇതെവിടെ ഒരു ആക്ടിവിറ്റി തന്നിട്ടുണ്ട്. എന്താണ് ഇവിടെ ഏതൊക്കെ സംസ്കാരം ഏതൊക്കെ നദികളുടെ തടത്തിലാണ് വികസിച്ച് വന്നിരിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മളിപ്പോ പറഞ്ഞതുപോലെ ഓർത്തെ എന്തൊക്കെയാണ്? മെസപ്പട്ടോമിയൻ, യൂഫ്രട്ടീസ് ആൻഡ് ടൈഗ്രീസ് നദീതടത്തിലാണ്. ഈജിപ്ഷ്യൻ നൈൽ നദിയാണ്. ഹാരപ്പൻ ഏതാണ്? നമ്മുടെ സിന്ധു നദിയാണ്. ചൈനീസ് ഹൊയാങ് ഹോ. എളുപ്പത്തിൽ കിട്ടിയില്ലേ? ഓക്കെ. വെങ്കല സംസ്കാരത്തിൽ നദീതടത്തിൽ രൂപപ്പെട്ടത്, വെങ്കല സംസ്കാരങ്ങൾ നദീതടത്തിൽ രൂപപ്പെട്ടത്, ഇതാണ് നമ്മളിപ്പോ പറഞ്ഞത്. എന്താണ്? ഫലഭൂയിഷ്ടമായ മണ്ണാണ് നദീതടത്തിലുള്ളത്. അതുപോലെ ജലലഭ്യത ധാരാളമായിട്ട് നദീതടങ്ങളിൽ ഉണ്ട് എന്നുള്ളത് ഒരു കാരണമാണ്. അനുകൂലമായിട്ടുള്ള കാലാവസ്ഥയും പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ഇത്തരത്തിലുള്ള സംസ്കാരങ്ങൾ, വെങ്കലയുഗ സംസ്കാരങ്ങൾ പോലെയുള്ള സംസ്കാരങ്ങൾ നദീതടങ്ങളിൽ രൂപപ്പെടുന്നതിന്. അപ്പൊ മെസപ്പട്ടോമിയൻ സംസ്കാരം നമ്മൾ ഓരോന്നായിട്ട് നോക്കാൻ പോവാണ്. ഏതൊക്കെ നദീതടങ്ങൾക്ക് ഇടയിലാണ്, നദികൾക്കിടയിലായിട്ടാണ് മെസപ്പട്ടോമിയ സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? നമ്മൾ കുറച്ചു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ യൂഫ്രട്ടീസ്, ടൈഗ്രീസ് എന്നീ നദികൾക്കിടയിലുള്ള പ്രദേശമാണ് ഈ പറയുന്ന മെസപ്പട്ടോമിയ. മെസപ്പട്ടോമിയ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ നദികൾക്കിടയിലെ പ്രദേശം എന്നാണ്. നദികൾക്കിടയിലെ പ്രദേശം എന്നാണ്. യൂഫ്രട്ടീസ്, ടൈഗ്രീസ് എന്നീ നദികൾക്കിടയിലാണ് ഈ ഒരു പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. നമ്മളിവിടെ മാപ്പിൽ കണ്ടതായിട്ട് ഓർക്കുന്നില്ലേ? യൂഫ്രട്ടീസ്, ടൈഗ്രീസ് എന്നീ നദികൾക്കിടയിലാണ് മെസപ്പട്ടോമിയ. മെസപ്പട്ടോമിയ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ നദികൾക്കിടയിലുള്ള പ്രദേശം എന്നാണ്. ഈ മെസപ്പൊട്ടോമിയൻ സംസ്കാരം 4 വ്യത്യസ്ത സംസ്കാരങ്ങൾ കൂടി ചേർന്നതാണ്. ഏതൊക്കെയാന്ന് വെച്ചാൽ സുമേറിയൻ, ബാബിലോണിയൻ, അസീറിയൻ, കാൽഡിയൻ എന്നിവയാണ്. സുമേറിയൻ, ബാബിലോണിയൻ, അസീറിയൻ, കാൽഡിയൻ തുടങ്ങിയ 4 വ്യത്യസ്ത സംസ്കാരങ്ങൾ കൂടി ചേർന്നതാണ് ഈ പറഞ്ഞ മെസപ്പൊട്ടോമിയൻ സംസ്കാരം. ഇവിടുത്തെ എഴുത്തുവിദ്യയും അതുപോലെ നഗര ജീവിതവും എങ്ങനെയാണെന്ന് വെച്ചാൽ, മെസപ്പൊട്ടോമിയയിൽ നഗര ജീവിതം കെട്ടിപ്പടുക്കാൻ സംഭാവന നൽകിയ ആദ്യത്തെ ജനതയാണ് ഈ പറഞ്ഞ സുമേറിയക്കാർ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, സുമേറിയൻ, ബാബിലോണിയൻ, അസീറിയൻ, കാൽഡിയൻ എന്നീ 4 സംസ്കാരങ്ങൾ ചേർന്നതാണ് മെസപ്പൊട്ടോമിയൻ സംസ്കാരം. ഇവയിൽ സുമേറിയക്കാരാണ് മെസപ്പൊട്ടോമിയയിൽ നഗര ജീവിതം കെട്ടിപ്പടുക്കുന്നതിനായിട്ടുള്ള ആദ്യത്തെ സംഭാവന നൽകിയത്. മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തിലെ പ്രധാന നഗരങ്ങളാണ് ഇവിടെ പറഞ്ഞ ഉറൂഖ്, ലഗാഷ് എന്നിവ. മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തിന്റെ പ്രധാനപ്പെട്ട നഗരങ്ങളാണ് ഉറൂഖ്, ലഗാഷ് തുടങ്ങിയവ. നഗരജീവിതം കെട്ടിപ്പടുക്കാനായിട്ട് ആദ്യ സംഭാവന നൽകിയത് സുമേറിയക്കാരാണ്. ഇനി മെസപ്പൊട്ടോമിയക്കാരുടെ എഴുത്ത് സമ്പ്രദായം, ഇത് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ക്യൂണിഫോം എന്ന പേരിലാണ് അറിയപ്പെട്ടത്. മെസപ്പൊട്ടോമിയക്കാരുടെ എഴുത്ത് സമ്പ്രദായം അറിയപ്പെട്ടിരുന്ന പേരാണ് ക്യൂണിഫോം. നേരത്തെ PSC ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ലിപി, ഈ ക്യൂണിഫോം എന്ന ലിപി, ഇതാണ് ക്യൂണിഫോം ലിപി കേട്ടോ. അപ്പൊ ഈ ഒരു ക്യൂണിഫോം ലിപി വികസിപ്പിച്ചത് ആരാണ്? സുമേറിയക്കാര് തന്നെയാണ്. സുമേറിയക്കാരാണ് ഈ ഒരു ലിപി വികസിപ്പിച്ചത്. ആപ്പിന്റെ ആകൃതിയിലുള്ള വെഡ്ജ് ഷേപ്ഡ് ആയിട്ടുള്ള ചിത്രലിപിയാണ്, ആപ്പിന്റെ ആകൃതിയിലുള്ള ലിപിയാണ് ഈ പറഞ്ഞ ക്യൂണിഫോം ലിപി. അതുപോലെ ഇവ എഴുതിയിട്ടുണ്ടായിരുന്നത്, ഈ ക്യൂണിഫോം ലിപി എഴുതുന്നത് കളിമൺ ഫലകങ്ങളിലാണ്. കളിമൺ ഫലകങ്ങളിലാണ് ക്യൂണിഫോം ലിപി എഴുതിയിട്ടുണ്ടായിരുന്നത്. കൂർത്ത മുനയുള്ള ഈറത്തണ്ടുകളാണ് കളിമൺ ഫലകങ്ങളിൽ എഴുതാനായി അവർ ഉപയോഗിച്ചിരുന്നത്. ഇത്തരത്തിൽ കളിമൺ ഫലകങ്ങളിൽ അവർ എഴുതുന്നത് കൂർത്ത മുനയുള്ള ഈറത്തണ്ടുകൾ കൊണ്ടാണ്. അപ്പൊ ഇതാണ് ക്യൂണിഫോം ലിപി. മെസപ്പൊട്ടോമിയക്കാരുടെ എഴുത്ത് സമ്പ്രദായമാണ് ക്യൂണിഫോം ലിപി എന്ന് പറയുന്നത്. ഈ ക്യൂണിഫോം ലിപി എന്ന് പറയുന്നത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണോ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊന്നാണ് സിഗുറാത്തുകൾ എന്നത്. സിഗുറാത്തുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മെസപ്പൊട്ടോമിയക്കാരുടെ ആരാധനാലയങ്ങളാണ് സിഗുറാത്തുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതാണ് സിഗുറാത്തുകൾക്ക് ഉദാഹരണം. മെസപ്പൊട്ടോമിയക്കാരുടെ ആരാധനാലയങ്ങളാണ് സിഗുറാത്തുകൾ എന്ന് അറിയപ്പെട്ടിരുന്നത്. പ്രധാനമായിട്ടും നഗരങ്ങളിലാണ് ഈ ഒരു ആരാധനാലയങ്ങൾ പണിതിരുന്നത്. ഇഷ്ടികകൾ ഉപയോഗിച്ചാണ് ഇവ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. ഇഷ്ടികകൾ ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ളവയാണ് സിഗുറാത്തുകൾ. നഗരത്തിലെ സിഗുറാത്ത് ഇന്നും സംരക്ഷിക്കപ്പെടുന്നു. നമ്മൾ നേരത്തെ കണ്ടില്ലേ, അതുപോലെ ഉറൂഖ്, ലഗാഷ് തുടങ്ങിയവയാണ് മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തിന്റെ പ്രധാനപ്പെട്ട നഗരങ്ങൾ എന്ന് പറയുന്നത്. ഇതിൽ എന്ന നഗരത്തിലെ സിഗുറാത്ത് ഇന്നും സംരക്ഷിക്കപ്പെടുന്നു. ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും ഇവ
സുരക്ഷിതമായി സംരക്ഷിക്കപ്പെടുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇതാണ് സിഗുറാത്തുകൾ. മെസ്സപ്പൊട്ടോമിയക്കാരുടെ ആരാധനാലയങ്ങളാണ് സിഗുറാത്തുകൾ. മെസ്സപ്പൊട്ടോമിയക്കാരുടെ എഴുത്ത് സമ്പ്രദായമാണ് ക്യൂണിഫോം ലിപി. ഇനി മെസ്സപ്പൊട്ടോമിയക്കാരുടെ സംഭാവനകൾ നോക്കാം. ശാസ്ത്രവും ഗണിതവും. ചാന്ദ്ര പഞ്ചാംഗം, സൂര്യഗ്രഹണം, ചന്ദ്രഗ്രഹണം എന്നിവ കണക്കാക്കുന്നത്, ഹരണം, ഗുണനം ഇവയെല്ലാം നമുക്ക് സംഭാവനയായി നൽകിയത് മെസ്സപ്പൊട്ടോമിയക്കാരാണ്. ശാസ്ത്രത്തിലും ഗണിതത്തിലും ഗണ്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു സംഭാവനയാണ് ഇവർ തന്നിട്ടുള്ളത്. ചാന്ദ്ര പഞ്ചാംഗം, സൂര്യഗ്രഹണം, ചന്ദ്രഗ്രഹണം, ഹരണം, ഗുണനം ഇവയൊക്കെ സംഭാവനയായി നമുക്ക് നൽകിയിട്ടുള്ളത് മെസ്സപ്പൊട്ടോമിയക്കാരാണ്. അതുപോലെ നിയമത്തിലേക്ക് വരുമ്പോൾ സുമേറിയൻ ഭരണാധികാരിയായിരുന്ന ഡുൻഗിയുടെ കാലഘട്ടത്തിലാണ് നിയമങ്ങൾ ആദ്യമായി ക്രോഡീകരിക്കപ്പെടുന്നത്. ഈ നിയമങ്ങളാണ് ഹമ്മുറാബിയുടെ നിയമസംഹിത എന്ന് അറിയപ്പെട്ടിരുന്നത്. ഈ നിയമങ്ങളെയാണ് ഹമ്മുറാബിയുടെ നിയമസംഹിത എന്ന് പറഞ്ഞിരുന്നത്. ഹമ്മുറാബിയുടെ നിയമസംഹിത എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാവും. കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല് എന്ന രീതിയിലുള്ള ഒരു നിയമസംഹിതയില്ലേ, അതാണ് ഹമ്മുറാബിയുടെ നിയമസംഹിത. ബാബിലോണിയൻ ഭരണാധികാരിയായിരുന്ന ഹമ്മുറാബി, നമ്മളിവിടെ പറഞ്ഞിരുന്നു ബാബിലോണിയൻ ഭരണാധികാരിയായിരുന്ന ഹമ്മുറാബിയുടെ BCE 1792 1750 കാലഘട്ടം. ബിഫോർ കോമൺ എറയാണ് കാലഘട്ടം. ഈ ഒരു കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന നിയമസംഹിതയാണ് ഈ പറഞ്ഞ ഹമ്മുറാബിയുടെ നിയമസംഹിത. ലോകത്ത് എഴുതപ്പെട്ടതിൽ വെച്ച് ഏറ്റവും പഴക്കമേറിയ നിയമസംഹിതയായി അറിയപ്പെടുന്നത് ഹമ്മുറാബിയുടെ നിയമസംഹിതയാണ്. ഇതും നമ്മുടെ മെസ്സപ്പൊട്ടോമിയക്കാരുടെ സംഭാവനയാണ്. ഈ ഒരു നിയമത്തിൽ കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല് എന്ന ശിക്ഷാരീതിയാണ് ഇവർ ഉപയോഗിച്ചിട്ടുള്ളത്. കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല് എന്ന ശിക്ഷാരീതി ഉപയോഗിച്ചിട്ടുള്ള നിയമസംഹിതയാണ് ഹമ്മുറാബിയുടെ നിയമസംഹിത. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് മെസ്സപ്പൊട്ടോമിയൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട് പഠിക്കാനായിട്ടുള്ളത്. അടുത്തത് ഈജിപ്ഷ്യൻ സംസ്കാരമാണ്. നമ്മൾ ഈ ഒരു മാപ്പിൽ കണ്ടതുപോലെ ഈജിപ്ഷ്യൻ സംസ്കാരം നിലനിന്നിരുന്നത് ഏത് നദിയുടെ തീരത്താണ്? നൈൽ നദിയുടെ തീരത്താണ്. നൈൽ നദീതടത്തിലാണ് ഈജിപ്ഷ്യൻ സംസ്കാരം നിലനിന്നിരുന്നത്. ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ പ്രധാന കേന്ദ്രം കെയ്റോ ആയിരുന്നു കേട്ടോ. ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ പ്രധാന കേന്ദ്രം കെയ്റോ ആയിരുന്നു. ഈജിപ്തിലെ രാജാക്കന്മാർ അറിയപ്പെട്ടിരുന്ന പേര് ഫറവോ എന്നാണ്. ഇതാണ് ഈജിപ്ഷ്യൻ ഫറവോ എന്ന പേരിലാണ് ഈജിപ്തിലെ രാജാക്കന്മാർ അറിയപ്പെട്ടിരുന്നത്. ഈജിപ്തിലെ രാജാക്കന്മാർ ഫറവോ എന്ന പേരിൽ അറിയപ്പെട്ടു. ഈ സംസ്കാരത്തിന്റെ പ്രധാന സവിശേഷതയാണ് പിരമിഡുകൾ. ഫറവോമാരുടെ ശവകുടീരങ്ങളാണ് പിരമിഡുകൾ എന്ന് പറയുന്നത്. ഇവ ഈ ഒരു ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സവിശേഷതയായിട്ടാണ് കരുതപ്പെടുന്നത്. ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ പ്രധാന സവിശേഷതയാണ് പിരമിഡുകൾ. ഇവ ഈജിപ്ഷ്യൻ ഫറവോമാരുടെ ശവകുടീരങ്ങളാണ്. ഇതാണ് പിരമിഡുകൾ. ഗിസയിലെ മഹത്തായ പിരമിഡ് ഏറ്റവും വലുതും പ്രശസ്തവുമാണ്. അപ്പൊ പിരമിഡുകളിൽ ഇവ ഗിസയിലെ മഹത്തായ പിരമിഡ് ഏറ്റവും വലുതും അതുപോലെ തന്നെ പിരമിഡുകളിൽ ഏറ്റവും പ്രശസ്തവുമാണ് എന്നാണ് പറയുന്നത്. ഗിസയിലെ മഹത്തായ പിരമിഡ്. മമ്മികൾ എന്താണ്? മമ്മികൾ മൃതദേഹം സുഗന്ധദ്രവ്യങ്ങൾ പൂശി അനശ്വരമാക്കി സൂക്ഷിക്കുന്ന സമ്പ്രദായം ഈജിപ്തുകാർക്കുണ്ടായിരുന്നു. ഇപ്രകാരം സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹമാണ് മമ്മി എന്ന പേരിൽ അറിയപ്പെടുന്നത്. മമ്മികൾ. ഫറവോ ആയിരുന്ന തൂത്തൻ ഖാമന്റെ മമ്മിയാണ് ഇവയിൽ ഏറ്റവും പ്രശസ്തമായത്. പിരമിഡുകൾക്കുള്ളിലാണ് ഇത്തരം മമ്മികൾ സൂക്ഷിക്കുന്നത്. അപ്പൊ ഗിസയിലെ മഹത്തായ പിരമിഡാണ് ഏറ്റവും വലുതും പ്രശസ്തവും. അതുപോലെ മമ്മികളിൽ ഏറ്റവും പ്രസിദ്ധമായത് തൂത്തൻ ഖാമന്റെ മമ്മിയാണ്. ഓക്കെ, അപ്പൊ മമ്മി എന്താണെന്ന് കണ്ടു, പിരമിഡുകളും നമ്മൾ കണ്ടു. കൃഷിയായിരുന്നു ജനങ്ങളുടെ പ്രധാന ജീവിതമാർഗം. ഈജിപ്ഷ്യൻ ജനതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവിത മാർഗം എന്ന് പറയുന്നത് കൃഷി തന്നെയായിരുന്നു. ഈ കൃഷിയിൽ ഏതൊക്കെ ഇനങ്ങളായിരുന്നു എന്ന് ചോദിച്ചാൽ ഗോതമ്പ്, ബാർലി, തിന, പഴവർഗ്ഗങ്ങൾ, ചണം, പരുത്തി മുതലായവയൊക്കെ നൈൽ തടത്തിൽ സമൃദ്ധമായി വളർന്നിരുന്നു. ഈ കാർഷിക സമൃദ്ധിയാണ് നൈൽ നദീതടത്തിൽ ഒരു നാഗരിക സംസ്കാരം വളർന്നു വരുന്നതിനായിട്ട് കാരണമായത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നദീതടം എന്നത്
ജലം ധാരാളമായി സുലഭമായി ലഭിക്കുന്നു. അതുപോലെ തന്നെ ഫലഭൂയിഷ്ടമായ മണ്ണാണ്. കാലാവസ്ഥയും അനുയോജ്യമായിരിക്കുന്ന സമയത്ത് ഗോതമ്പ്, ബാർലി, തിന, പഴവർഗ്ഗങ്ങൾ, ചണം, പരുത്തി തുടങ്ങിയവയൊക്കെ ധാരാളമായി സമൃദ്ധമായി വളരുകയും അവിടെ നൈൽ നദീതടത്തിൽ ഒരു നാഗരിക സംസ്കാരം, ഈജിപ്ഷ്യൻ നാഗരിക സംസ്കാരം ഉടലെടുത്ത് വരികയുമാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈജിപ്തിനെ നൈലിന്റെ ദാനം എന്ന് വിശേഷിപ്പിക്കുന്നു. ഈജിപ്തിനെ നൈലിന്റെ ദാനം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട ജീവിത മാർഗം അല്ലെങ്കിൽ ജീവിത രീതി എന്ന് പറയുന്നത് കൃഷിയിലൂടെയാണെന്ന് നമ്മൾ മനസ്സിലാക്കി. അതുപോലെ മെസപ്പൊട്ടോമിയയിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈജിപ്തിലും എഴുത്തുവിദ്യ നിലനിന്നിരുന്നു. മെസപ്പൊട്ടോമിയയിലെ എഴുത്തുവിദ്യയെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഈജിപ്തിലെ എഴുത്തുവിദ്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈജിപ്തുകാരുടെ എഴുത്ത് ലിപി എന്ന് പറയുന്നത് ഹൈറോഗ്ലിഫിക്സ് ആയിരുന്നു. ഹൈറോഗ്ലിഫിക്സ് ലിപി, ഇതും PSC ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈജിപ്തുകാരുടെ എഴുത്തു ലിപി എന്ന് പറയുന്നത് ഹൈറോഗ്ലിഫിക്സ് ആണ്. പുരാതന ഈജിപ്തുകാരുടെ എഴുത്തു ലിപിയാണ് ഹൈറോഗ്ലിഫിക്സ്. ചിഹ്നവും അക്ഷരവും കൂടിച്ചേർന്നിട്ടുള്ള ഒരു ലിപിയാണ് ഹൈറോഗ്ലിഫിക്സ് എന്ന് പറയുന്നത്. വിശുദ്ധമായ എഴുത്ത് എന്നാണ് ഈ ഒരു ഹൈറോഗ്ലിഫിക്സ് എന്ന വാക്കിന്റെ അർത്ഥമായിട്ട് വരുന്നത്. ഹൈറോഗ്ലിഫിക്സ് എന്നാൽ വിശുദ്ധമായ എഴുത്ത് എന്നാണ്. ഇവിടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ വലത്ത് നിന്ന് ഇടത്തോട്ടേക്കാണ് ഇത് വായിച്ചിരുന്നത്. നമ്മൾ നോർമലി ഇവിടുന്ന് ഇങ്ങനെ ഇടത്തു നിന്ന് വലത്തോട്ടേക്കല്ലേ വായിക്കുന്നത്. എന്നാൽ ഹൈറോഗ്ലിഫിക്സ് ലിപി വലത്തു നിന്ന് ഇടത്തോട്ടേക്കാണ് വായിക്കുന്നത്. അതാണ് ഹൈറോഗ്ലിഫിക്സിന്റെ ഒരു പ്രത്യേകതയായിട്ട് പറയുന്നത്. അപ്പൊ പുരാതന ഈജിപ്തുകാരുടെ എഴുത്ത് ലിപിയാണ് ഹൈറോഗ്ലിഫിക്സ്. അതിന്റെ അർത്ഥം വിശുദ്ധമായ എഴുത്ത് എന്നാണ്. ചിഹ്നവും അക്ഷരവും ഒക്കെ കൂടി ചേർന്നിട്ടുള്ള ഒരു ലിപിയാണ് ഹൈറോഗ്ലിഫിക്സ്. ഇവ വലത്ത് നിന്ന് ഇടത്തോട്ടേക്കാണ് വായിക്കുന്നത്. ക്ലിയർ അല്ലേ? ഇനി ഇവരുടെ നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മെസപ്പൊട്ടോമിയയിൽ പറഞ്ഞതുപോലെ തന്നെ ഈജിപ്ഷ്യൻ ജനതയും ശാസ്ത്ര ഗണിത നേട്ടങ്ങൾ കൈവരിച്ചവരാണ്. ഗണിത ശാസ്ത്രത്തിലെ ജാമിതിക്ക് അടിസ്ഥാനമിട്ടത് ഈജിപ്തുകാരാണ്. സങ്കലനം, വ്യവകലനം, അതായത് അഡിഷൻ, സബ്സ്ട്രാക്ഷൻ എന്നിവയൊക്കെ സംഭാവനകൾ ആര് നൽകിയതാണ്? ഇത് ഈജിപ്ഷ്യൻ ജനത നമുക്ക് നൽകിയിട്ടുള്ളതാണ്. സങ്കലനം, വ്യവകലനം നൽകിയിട്ടുള്ളത് ഈജിപ്ഷ്യൻ സംസ്കാരത്തിൽ നിന്നാണ്. 30 ദിവസം വീതമുള്ള 12 മാസങ്ങളോടൊപ്പം 5 ദിവസം കൂട്ടിച്ചേർത്ത 365 ദിവസങ്ങൾ അടങ്ങിയ ഒരു വർഷമാണ് ഇവരുടെ സൗര പഞ്ചാംഗത്തിൽ, സോളാർ കലണ്ടറിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഇവിടെയൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ കമ്പയർ ചെയ്ത് തന്നെ പഠിക്കണം. കാരണം നമ്മൾ മെസപ്പൊട്ടോമിയയിൽ എന്താണ് പറഞ്ഞത്? ചാന്ദ്ര പഞ്ചാംഗം എന്ന് പറഞ്ഞു, ചാന്ദ്ര പഞ്ചാംഗം പറഞ്ഞു. അതുപോലെ തന്നെ ചന്ദ്രനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇവർ കലണ്ടർ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത്. ഇവിടെ എന്താ നമ്മൾ പറഞ്ഞത്? സൂര്യനെ സൗര പഞ്ചാംഗമാണ് പറഞ്ഞിട്ടുള്ളത്. 365 ദിവസങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു വർഷമാണ് ഇവരുടെ സോളാർ കാലണ്ടർ, സൗര പഞ്ചാംഗത്തിലുള്ളത്. മെസപ്പൊട്ടോമിയക്കാരുടെയിലേക്ക് വരുമ്പോൾ ചന്ദ്രനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള കലണ്ടർ തയ്യാറാക്കി. അവർ ഒരു വർഷത്തെ 12 മാസങ്ങളായിട്ട് തിരിക്കുകയും ചെയ്തു. ചാന്ദ്ര പഞ്ചാംഗം തയ്യാറാക്കി. ഹരണം, ഗുണനം എന്നിവ മെസപ്പൊട്ടോമിയക്കാരുടെ സംഭാവനയാണ്. എന്നാൽ ഈജിപ്ഷ്യനിലേക്ക് വരുമ്പോൾ സങ്കലനം, വ്യവകലനം, അതുപോലെ സോളാർ കലണ്ടർ, സൗര പഞ്ചാംഗം എന്നിവയാണ് അവർ നമുക്ക് സംഭാവനയായി തന്നിട്ടുള്ളത്. അപ്പോൾ ഈജിപ്ഷ്യൻ സംസ്കാരം കഴിഞ്ഞു, മെസപ്പൊട്ടോമിയൻ സംസ്കാരവും കഴിഞ്ഞു. ചൈനീസ് സംസ്കാരത്തിലേക്ക് വരുമ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് ഏത് നദീതടത്തിലാണ്? ഹോയാങ്ഹോ, നമ്മൾ മാപ്പിൽ കണ്ടതാണ്. ഹൊയാഹോ നദീതടത്തിലാണ് ചൈനീസ് സംസ്കാരം ഉടലെടുത്തത്. ഇവിടെയും കൃഷി തന്നെയായിരുന്നു പ്രധാനമായിട്ടുള്ള അടിത്തറ എന്ന് പറയുന്നത്. കൃഷിയായിരുന്നു ഈ സംസ്കാരത്തിന്റെയും അടിത്തറ. കൃഷി കൂടാതെ നെയ്ത്ത്, മൺപാത്ര നിർമ്മാണം, പട്ടുവസ്ത്ര നിർമ്മാണം എന്നിവയിലും അവർ വിദഗ്ധരായിരുന്നു. കൃഷി കൂടാതെ നെയ്ത്ത്, മൺപാത്ര നിർമ്മാണം, പട്ടുവസ്ത്ര നിർമ്മാണം എന്നിവയിലും ഈ ചൈനീസ് സംസ്കാരത്തിലെ ജനത വിദഗ്ധരായിരുന്നു എന്ന് പറയുന്നുണ്ട്. മികവുറ്റ വെങ്കല ശില്പങ്ങളും ശില്പനിർമ്മാണത്തിലും ഇവർക്ക് കഴിവുണ്ടായിരുന്നു. അവർ വിദഗ്ധരായിരുന്നു എന്ന് തെളിയിക്കത്തക്ക വിധത്തിലുള്ള ചരിത്ര രേഖകളും നമുക്ക് ലഭ്യമാണ്. ഇനി എഴുത്തിലേക്ക് നോക്കുമ്പോൾ ചൈനക്കാരുടെ ഇടയിൽ പുരാതന കാലം മുതൽക്ക് തന്നെ എഴുത്ത് സമ്പ്രദായം എന്നത് നിലവിലുണ്ടായിരുന്നു. എന്നാൽ ഇവിടെ ചൈനീസ് അക്ഷരങ്ങളല്ല ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, ചിത്രലിപിയാണ്. പിന്നീടാണ് ഇവിടെ ചിഹ്നങ്ങളൊക്കെ ഉൾപ്പെടുത്തി തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അക്ഷരങ്ങൾക്ക് പകരം ചിത്രങ്ങൾ ഉപയോഗിക്കുന്ന ചിത്രലിപിയായിരുന്നു ഇവിടെ പ്രചാരത്തിലുണ്ടായിരുന്നത്. ഇതാണ് ചൈനീസ് ലിപിക്ക് ഉദാഹരണം. ഇവ ചിത്രങ്ങളാണ്.
പിന്നീടാണ് ഇവിടെ ചിഹ്നങ്ങൾ, ഇവിടെ കാലക്രമത്തിൽ ചിത്രങ്ങൾക്ക് പകരം ചിഹ്നങ്ങൾ ഉപയോഗിക്കുകയാണ് ചെയ്തത്. മാറ്റങ്ങളോടെ ആ ലിപി ഇന്നും ചൈനയിൽ നിലനിൽക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ നമ്മൾ ഇത്ര നേരം പറഞ്ഞത് വെച്ച് ഫില്ല് ചെയ്യുകയാണെങ്കിൽ മെസപ്പട്ടോമിയ ലിപി ഏതാണ്? ക്യൂണിഫോം ലിപിയാണ്. എന്താണ് അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്? അത് എഴുതിയിട്ടുള്ളത് കളിമൺ ഫലകത്തിലാണ്. ആപ്പിന്റെ ആകൃതിയിലുള്ള ചിത്രലിപിയാണ് ഈ ഒരു ക്യൂണിഫോം എന്ന് പറയുന്നത്. കൂർത്ത മുനയുള്ള ഈറത്തണ്ടുകൾ റീഡ് സ്റ്റൈലസ് ഉപയോഗിച്ചിട്ടാണ് കളിമൺ ഫലകത്തിൽ ഈ ഒരു ലിപി എഴുതിയിട്ടുള്ളത്. ഇനി ഈജിപ്തിലേക്ക് വരുമ്പോൾ ഹൈറോഗ്ലിഫിക്സ് ആണ് ഇവരുടെ ലിപി. ഇതിന്റെ സവിശേഷത എന്താണ്? ചിഹ്നവും അക്ഷരരൂപവും കൂടി ചേർന്നിട്ടുള്ള ഒരു ലിപിയാണ് ഈജിപ്തിന്റെ ഹൈറോഗ്ലിഫിക്സ് എന്ന് പറയുന്നത്. അവ വലത്ത് നിന്ന് ഇടത്തോട്ടാണ് വായിക്കുന്നത് എന്നതും ഹൈറോഗ്ലിഫിക്സിന്റെ പ്രത്യേകതയാണ്. ചൈനീസിലേക്ക് വരുമ്പോൾ എന്താണ്? ഇവിടെ ചിത്രലിപിയാണ് ഉപയോഗിച്ചിരുന്നത്. അക്ഷരങ്ങൾക്ക് പകരം അവർ ചിത്രങ്ങളാണ് ഉപയോഗിച്ചത്. പിന്നീടാണ് അവർ അത് ചിഹ്നങ്ങളിലേക്ക് മാറിയത്. ചൈനീസ് ലിപി നമ്മൾ പറഞ്ഞത് ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി അടുത്തത് ഹാരപ്പൻ സംസ്കാരമാണ്. ഹാരപ്പൻ കുറച്ചും കൂടി നമുക്ക് അറിയാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഹിസ്റ്ററിയാണ് നമ്മുടേതായതുകൊണ്ട്. എന്താണ് ഹാരപ്പൻ സംസ്കാരം? ഏത് നദീതടത്തിലാണ് ഹാരപ്പൻ സംസ്കാരം നിലനിന്നിരുന്നത്? വെങ്കല യുഗത്തിൽ സിന്ധു നദീതടത്തിൽ നിലനിന്നിരുന്ന സംസ്കാരമാണ് ഹാരപ്പൻ സംസ്കാരം എന്ന് പറയുന്നത്. ഏത് നദീതടമാണ്? സിന്ധു നദീതടമാണ്. നമ്മൾ മാപ്പിൽ കണ്ടിട്ടുണ്ടായിരുന്നു. സിന്ധു നദീതടമാണ്. ഏകദേശം BCE 2600 മുതൽ BCE 1900 വരെയാണ് ഈ സംസ്കാരത്തിന്റെ കാലഘട്ടമായി പൊതുവെ കരുതപ്പെടുന്നത്. ഇയർ ഒന്നും അത്രയും അറിഞ്ഞിരിക്കേണ്ട, എങ്കിലും ഏകദേശം ഏത് കാലയളവാണ് എന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ് കേട്ടോ. ഹാരപ്പയാണ് ആദ്യമായി കണ്ടെത്തിയ നഗരം. അതുകൊണ്ടാണ് ഈ ഒരു സംസ്കാരത്തിന് ഹാരപ്പൻ സിവിലൈസേഷൻ അഥവാ ഹാരപ്പൻ സംസ്കാരം എന്ന പേര് നൽകിയിട്ടുള്ളത്. ഹാരപ്പയാണ് ആദ്യമായി കണ്ടെത്തിയ നഗരം. ഈ സംസ്കാരം ഉടലെടുത്തത് സിന്ധു നദീതടത്തിലായതുകൊണ്ട് തന്നെ സിന്ധു നദീതട സംസ്കാരം എന്ന ഒരു പേരും കൂടി ഇതിന് ഉണ്ട്. ഈ ഒരു സംസ്കാരം ഒരു സ്ഥലത്ത് നിന്ന് കുഴിച്ച് കണ്ടെത്തുകയാണല്ലോ. അപ്പൊ അത്തരത്തിൽ കണ്ടെത്തിയ ആദ്യത്തെ നഗരം എന്ന് പറയുന്നത് ഹാരപ്പയായതുകൊണ്ട് ഹാരപ്പൻ സംസ്കാരം എന്നും, ഇത് കണ്ടെത്തിയിട്ടുള്ളത് സിന്ധു നദീതടത്തിലായതുകൊണ്ട് സിന്ധു നദീതട സംസ്കാരം എന്നും പറയുന്നുണ്ട് എന്നും പേര് ഇതിനുണ്ട്. ഇൻഡസ് വാലി സിവിലൈസേഷൻ അല്ലെങ്കിൽ ഹാരപ്പൻ സിവിലൈസേഷൻ. നഗരങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ ഒരു സംസ്കാരം വളർന്നു വന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഒന്നാമത്തെ നഗരവൽക്കരണം എന്നും ഈ ഒരു സംസ്കാരത്തെ വിശേഷിപ്പിക്കുന്നു. ഇന്ത്യയിലെ ഒന്നാം നഗരവൽക്കരണം എന്ന് ഈ ഒരു സംസ്കാരത്തെ വിശേഷിപ്പിക്കുന്നുണ്ട്. സംസ്കാരം വളർന്നു വന്നത് നഗരങ്ങൾ കേന്ദ്രീകരിച്ചായതുകൊണ്ടാണ് ഈ ഒരു സംസ്കാരത്തെ, സിന്ധു നദീതട സംസ്കാരത്തെ ഒന്നാം നഗരവൽക്കരണം, ഇന്ത്യയിലെ ഒന്നാം നഗരവൽക്കരണം എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഇത്തരത്തിലുള്ള സംസ്കാരങ്ങൾ പുറത്തു വരുന്നത് അല്ലെങ്കിൽ കണ്ടെടുക്കുന്നത് ഗവേഷണങ്ങളിലൂടെയാണ്. അങ്ങനെ ഹാരപ്പൻ സംസ്കാരം, സിന്ധു നദീതട സംസ്കാരത്തെ കണ്ടെത്തിയത് ആരാണെന്ന് വെച്ചാൽ ഇദ്ദേഹമാണ്, സർ ജോൺ മാർഷൽ. ഇന്ത്യയിൽ പുരാവസ്തുക്കളുടെ ഉത്ഖനനത്തിനും സംരക്ഷണത്തിനുമായി രൂപീകരിക്കപ്പെട്ട സ്ഥാപനമാണ് ASI, ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്ന ASI. ഈ ASIയുടെ ഡയറക്ടർ ജനറൽ ആയിരുന്നു ഇദ്ദേഹം, സർ ജോൺ മാർഷൽ. 1902 മുതൽ 1928 വരെ ASIയുടെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജനറൽ ആയിരുന്നു സർ ജോൺ മാർഷൽ. ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ഗവേഷണങ്ങളാണ് ഹാരപ്പൻ സംസ്കാരത്തെ കണ്ടെത്തിയത്. അപ്പോ ഹാരപ്പൻ സംസ്കാരത്തെ കണ്ടെത്തിയത് സർ ജോൺ മാർഷൽ ആണ്. സർ ജോൺ മാർഷലിന്റെ നേതൃത്വത്തിലുള്ള ഗവേഷണങ്ങളിലൂടെയാണ് ഹാരപ്പൻ സിവിലൈസേഷൻ കണ്ടെത്തുന്നത്. ഇനി ഇവിടെ മാപ്പിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. ഹാരപ്പൻ സംസ്കാരത്തിലെ പ്രധാന നഗരങ്ങളെ മാർക്ക് ചെയ്തിട്ടുള്ള ഒരു മാപ്പാണ്. ഏതൊക്കെയാണ്? കാലിബംഗൻ, ഹാരപ്പ, അതുപോലെ മോഹൻജദാരോ, ലോഥൽ എന്നിവയൊക്കെ നമുക്ക് കാണാം. പ്രധാനമായും ഇവിടെ ഈ പറഞ്ഞ 4 സൈറ്റുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഹാരപ്പയാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും ആദ്യം കണ്ടെത്തിയ നഗരം. നമ്മളിവിടെ പറഞ്ഞില്ലേ, ഈ ഒരു ഹാരപ്പ എന്ന നഗരമാണ് ആദ്യമായി കണ്ടെത്തിയത്. അതുകൊണ്ടാണ് ഈ ഒരു സംസ്കാരത്തിന് ഈ ഒരു പേര് വന്നിട്ടുള്ളത്. ആദ്യമായി കണ്ടെത്തിയിട്ടുള്ള നഗരമാണ് ഹാരപ്പ. 6 ഗ്രാനറീസ് കണ്ടെത്തിയിട്ടുള്ളതും ഹാരപ്പയിലാണ്. ഗ്രേറ്റ് ഗ്രാനറി മോഹൻജദാരോയിലാണ്, മാറിപ്പോകരുത്. 6 ഗ്രാനറീസ് വരുന്നതാണ് ഹാരപ്പയിൽ. മോഹൻജദാരോയിലേക്ക് വരുമ്പോൾ ഈ ഒരു വാക്ക് ഒരു സിന്ധി വേർഡാണ് കേട്ടോ, മോഹൻജദാരോ എന്നത്. ഇതിന്റെ അർത്ഥം എന്ന് വരുന്നത്
മരിച്ചവരുടെ കുന്നുകൾ എന്നാണ്, മൗണ്ട് ഓഫ് ഡെഡ് എന്നാണ് ഇതിന്റെ ഒരു അർത്ഥം വരുന്നത്. ഇതാണ് ഉള്ളതില് ലാർജസ്റ്റ് സൈറ്റ്. ഇൻഡസ് വാലി സിവിലൈസേഷനിലെ ലാർജസ്റ്റ് സൈറ്റ് ആണ് മോഹൻജദാരോ. ഇവിടെയാണ് ഗ്രേറ്റ് ഗ്രാനറി, അതുപോലെ ഗ്രേറ്റ് ബാത്ത്, അത് നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ, തൊട്ട് ഈ ക്ലാസ്സിൽ തന്നെ നമുക്ക് പഠിക്കാനുണ്ട്. ഗ്രേറ്റ് ഗ്രാനറി അതുപോലെ ഗ്രേറ്റ് ബാത്ത് ഒക്കെ ഉള്ളത് ഈ ഒരു മോഹൻജദാരോയിലാണ്. ഇനി ഇവിടെ കാലിബംഗനിലേക്ക് വരുമ്പോൾ, കാലിബംഗൻ, കാലി എന്നാൽ കറുപ്പ് എന്നും ബംഗൻ എന്നാൽ വള എന്നുമാണ് അർത്ഥം. അപ്പോൾ ബ്ലാക്ക് ബാംഗിൾ, കാലിബംഗൻ എന്നാണ് അർത്ഥം വരുന്നത്. ഇവിടെ ഒരു ബാംഗിൾ ഫാക്ടറി ഉണ്ട് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ തെളിവുകൾ കിട്ടിയെന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. ഇത് രാജസ്ഥാനിലായിട്ടാണ് വരുന്നത്, കാലിബംഗൻ. ഇനി ലോഥലിലേക്ക് നോക്കുമ്പോൾ, ലോഥൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഗുജറാത്തിലാണ്. അത് മാത്രമല്ല ഇവിടെ ആർട്ടിഫിഷ്യൽ ഡോക്ക് യാർഡ്സ് ഉണ്ടായിരുന്നു. നമ്മൾ ഇത് നേരത്തെ ക്ലാസ്സിൽ കണ്ടിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഡോക്ക് യാർഡ്സ് ഉണ്ടായിരുന്ന ഒരു ഹാരപ്പൻ സൈറ്റ് ആണ് ലോഥൽ എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് അരിയുടെ ഹസ്ക് ഒക്കെ, റൈസ് ഹസ്ക് ഒക്കെ കണ്ടെത്തിയിട്ടുണ്ട് എന്നും പറയുന്നുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഹാരപ്പൻ സംസ്കാരത്തിലെ നഗരങ്ങൾ. ഏതൊക്കെയാ? മോഹൻജദാരോ, കാലിബംഗൻ, ഹരപ്പ, അതുപോലെ ലോഥൽ. ഇനി ഇവരുടെ ഈ ഒരു ഹാരപ്പൻ സിവിലൈസേഷന്റെ പ്രധാനപ്പെട്ട സവിശേഷതകളിലേക്ക് പോകാം. അതിലൊന്നാണ്, ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നഗരാസൂത്രണം. ഹാരപ്പൻ സിവിലൈസേഷന്റെ ടൗൺ പ്ലാനിംഗ് എന്ന് പറയുന്നത്. ഹാരപ്പൻ സംസ്കാരത്തിന്റെ പ്രധാന സവിശേഷതയാണ് അവരുടെ നഗരാസൂത്രണം. തെരുവുകളുടെ ഇരുവശങ്ങളിലുമായിട്ടാണ് ഇവർ വീടുകൾ നിർമ്മിച്ചിട്ടുള്ളത്. ചുട്ടെടുത്ത ഇഷ്ടികകളാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായിട്ട് ഇവർ ഉപയോഗിച്ചിരുന്നത്. അഴുക്കുചാൽ സമ്പ്രദായം ഹാരപ്പൻ സംസ്കാരത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷതയായിരുന്നു. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ അഴുക്കുചാൽ സമ്പ്രദായം പ്രസിദ്ധമാകുന്നതിന് കാരണം വീടുകളിൽ നിന്നുള്ള മലിനജലം തെരുവുകളിലെ അഴുക്കുചാലിലേക്ക് കണക്ട് ചെയ്യും. അതിനുശേഷം ഇവ നഗരത്തിന് പുറത്തേക്ക് ഒഴുക്കിക്കൊണ്ടുപോകുന്ന തരത്തിലാണ് ഈ അഴുക്കുചാലിന്റെ ഒരു ആസൂത്രണം ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഇത് ഇത്രയും പ്രസിദ്ധമായത്. അവ വളരെ പ്ലാൻഡ് ആയിരുന്നു. ഇവരുടെ ടൗൺ പ്ലാനിങ് അത്രത്തോളം സൂക്ഷ്മമായിരുന്നു എന്നുള്ളതാണ്. ഇവരുടെ തെരുവുകളെല്ലാം തന്നെ, തെരുവുകളുടെ ഇരുവശങ്ങളിലായിട്ട് ഇവർ കറക്റ്റായിട്ട് സ്ക്വയർ ടൈപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ടായിരുന്നു ഇവർ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ അഴുക്കുചാലുകളൊക്കെ അത്രയും കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങിൽ ഇവർ നഗരത്തിന് പുറത്തേക്ക് ഒഴുക്കിക്കളയുന്ന വിധത്തിൽ അത്രയും വൃത്തിയുള്ളതും അത്രയും നല്ല പ്ലാനിങ് ആയിരുന്നു ഇവരുടേത്. അതുകൊണ്ടാണ് ഹാരപ്പൻ സംസ്കാരത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഐക്കോണിക് ആയിട്ടുള്ള ഒരു പോയിന്റ് ആയിട്ട് ഈ ടൗൺ പ്ലാനിങ്ങിനെ, നഗരാസൂത്രണത്തെ പറയുന്നത്. മറ്റൊന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ ഗ്രേറ്റ് ബാത്ത്, വലിയ കുളത്തിന്റെ അവശിഷ്ടങ്ങൾ മോഹൻജദാരോയിൽ നിന്ന് കണ്ടെത്തുന്നുണ്ടായിരുന്നു. ആ മോഹൻജദാരോയിലെ പ്രധാനപ്പെട്ട ഒന്നാണ് ഗ്രേറ്റ് ബാത്ത് എന്ന് പറയുന്നത്, വലിയ കുളം. ഹാരപ്പൻ സംസ്കാരത്തിന്റെ പ്രധാനപ്പെട്ട ഒരു നഗരമാണ് മോഹൻജദാരോ. വലിയ കുളം എന്നുള്ളതാണ് ഈ ഒരു നഗരത്തിന്റെ ഏറ്റവും സുവിശേഷമായിട്ടുള്ള നിർമ്മിതി എന്ന് പറയുന്നത്. ഈ കുളത്തിലേക്ക് ഇറങ്ങുന്നതിന് വേണ്ടിയിട്ട് ഇരുവശങ്ങളിലും പടവുകൾ ഉണ്ടായിരുന്നു. അതുപോലെ കുളിക്കുന്നതിനായിട്ട് കുളിമുറികൾ ഉണ്ടായിരുന്നു. ശുദ്ധജലം നിറയ്ക്കുകയും അതുപോലെ മലിനജലം പുറത്തു പോകുന്നതിനുമായിട്ടുള്ള സംവിധാനങ്ങൾ ഈ ഒരു കുളത്തിൽ നിലനിന്നിരുന്നു എന്നാണ് തെളിവുകൾ പറയുന്നത്. എത്ര കാലങ്ങൾക്ക് മുൻപാണെന്നുള്ളത് ഓർക്കണം. അത്രയധികം അടിപൊളിയായിട്ടായിരുന്നു ഇവരിത് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ഒരു കുളത്തിലേക്ക് ഇറങ്ങി വരുന്നതിന് പടവുകളും കുളിക്കുന്നതിനായിട്ട് കുളിമുറികളും അതുപോലെ ഇവിടെ ശുദ്ധജലം നിറയ്ക്കുന്നതിനുള്ള സംവിധാനവും ഒരു കുളത്തിലെ മലിനജലം പോകുന്നതിനുള്ള സംവിധാനവും ഈ ഒരു ഗ്രേറ്റ് ബാത്തിൽ, വലിയ കുളത്തിൽ അവർ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് മോഹൻജദാരോയുടെ പ്രത്യേകതയാണ്. ഹാരപ്പൻ സംസ്കാരത്തിലെ ജനതയുടെ പ്രധാനപ്പെട്ട ഉപജീവന മാർഗം എന്ന് പറയുന്നത് കൃഷി തന്നെയായിരുന്നു. അപ്പൊ കൃഷി പ്രധാനമായ ഉപജീവന മാർഗമാകുമ്പോൾ അവർക്ക് എന്താണ്, അവരുടെ ഉൽപ്പന്നങ്ങൾ സൂക്ഷിച്ചു വെക്കാനുള്ള സംവിധാനങ്ങൾ കൂടി ഉണ്ടാവണം, അല്ലെ? അപ്പൊ ഗുജറാത്തിലെ രംഗ്പൂർ, ലോഥൽ എന്നിവിടങ്ങളിൽ നിന്ന് നെല്ല് കൃഷി ചെയ്തിരുന്നതിന്റെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഇവിടെ റൈസ് ഹസ്ക് ഒക്കെ കിട്ടിയതിന്റെ തെളിവുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ നെല്ല് കൃഷി ചെയ്തിരുന്നു എന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഹാരപ്പയിൽ കണ്ടെത്തിയ ചരിത്ര ശേഷിപ്പുകളിൽ ഒന്നാണ് ധാന്യപുര എന്ന് പറയുന്നത്. ധാന്യപുരയുടെ ശേഷിപ്പുകൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ധാന്യപുരയുടെ അവശിഷ്ടങ്ങളാണ് ഇവിടെ കാണപ്പെടുന്നത്. അത്തരത്തിൽ ധാന്യങ്ങൾ സംഭരിക്കാനും സൂക്ഷിക്കാനുമുള്ള തരത്തിലുള്ള ധാന്യപുര ഇവിടെ ഹാരപ്പൻ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് അവരുടെ പ്രധാനപ്പെട്ട ഒരു സവിശേഷതയായിട്ട് പറയപ്പെടുന്നുണ്ട്. ഇനി കരകൗശല വിദ്യയിലേക്ക് വരുമ്പോൾ, ഹാരപ്പൻ ജനത കരകൗശല വിദ്യയിൽ വൈദഗ്ധ്യമുള്ളവരായിരുന്നു എന്നതിന് തെളിവാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്.
നർത്തകിയുടെ വെങ്കല പ്രതിമ, മുദ്രകൾ, മൺപാത്രം, ആഭരണങ്ങൾ, കളിപ്പാട്ടം ഇവയൊക്കെ നമുക്ക് കാണാം. സ്വർണം, വെള്ളി, മുത്തുകൾ, ചിപ്പികൾ എന്നിവയൊക്കെ കൊണ്ട് ആഭരണങ്ങൾ അവർ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. കളിമണ്ണ് കൊണ്ടും അതുപോലെ ശിലകൾ കൊണ്ടും ഒക്കെയുള്ള മുദ്രകൾ അവർ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. കളിപ്പാട്ടങ്ങൾ, മൺപാത്രങ്ങൾ, നർത്തകിയുടെ വെങ്കല പ്രതിമ ഇവയൊക്കെ തന്നെ അവരുടെ ഈ ഒരു ഹാരപ്പൻ ജനതയുടെ വൈദഗ്ധ്യം പ്രകടമായി കാണിക്കത്തക്ക വിധത്തിലുള്ള നിർമ്മിതികളായിരുന്നു. അപ്പൊ അവയൊക്കെ ഉൾപ്പെടുത്തിയ തരത്തിലുള്ള ഒരു ആക്ടിവിറ്റിയാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഹാരപ്പൻ ജനതയുടെ കരകൗശല വിദ്യ എന്തൊക്കെയാണ്? കളിപ്പാട്ടങ്ങൾ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ മുദ്രകൾ നിർമ്മിച്ചിരുന്നു, കളിമണ്ണുകൊണ്ടും മറ്റും അവർ മൺപാത്രങ്ങൾ നിർമ്മിച്ചിരുന്നു, വെങ്കല പ്രതിമകൾ നിർമ്മിച്ചിരുന്നു, വിവിധ തരത്തിലുള്ള ആഭരണങ്ങളും അവർ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. സ്വർണവും വെള്ളിയും മുത്തുകളും ചിപ്പികളും കൊണ്ടുണ്ടാക്കിയ മാലകളും കൈവളകളും കർണാഭരണങ്ങളും ഇവർക്കിടയിൽ പ്രചാരത്തിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇവിടെ ഈ കാണുന്നത് അവയൊക്കെയാണ്. അതുപോലെ കളിമണ്ണ് കൊണ്ടും ശിലകൾ കൊണ്ടും അവർ മുദ്രകൾ നിർമ്മിച്ചിരുന്നു. ഹാരപ്പൻ നഗരത്തിൽ നിന്നും കണ്ടെത്തിയ കളിപ്പാട്ടങ്ങൾ, മൺപാത്രങ്ങൾ, വെങ്കല പ്രതിമ ഇവയെല്ലാം തന്നെ ഹാരപ്പൻ ജനതയുടെ കലാവൈദഗ്ധ്യം നമുക്ക് പ്രകടമായി കാണിച്ചു തരുന്നവയാണ്. ഇവിടെ നമുക്ക് കാണാവുന്നത് പോലെ തന്നെ അവരുടെ ഒരു ഐഡന്റിറ്റി തെളിയിക്കത്തക്ക വിധത്തിൽ അത്രയും സൂക്ഷ്മമായും അത്രയും മനോഹരമായും അവരുടെ കലാവൈദഗ്ധ്യം പ്രകടമായി കാണിച്ചിരുന്നവയാണ് ഈ കാണുന്നവയൊക്കെ. അവരുടെ കലാവാസന നമുക്ക് വ്യക്തമായി കാണാം, കലാവൈദഗ്ധ്യം നമുക്ക് കാണാം. ഇനി എഴുത്തുവിദ്യയിലേക്ക് വരുമ്പോൾ ഹാരപ്പൻ ജനതയ്ക്ക് അവരുടേതായ എഴുത്തു രീതി ഉണ്ടായിരുന്നു. പക്ഷെ അവരുപയോഗിച്ച എഴുത്തുവിദ്യ ഇന്നും കണ്ടെത്താൻ പറ്റിയിട്ടില്ല എന്നുള്ളതൊരു വസ്തുതയാണ് കേട്ടോ. അക്ഷരങ്ങൾക്ക് പകരം ചിഹ്നങ്ങളാണ് അവർ എഴുതുന്നതിനായിട്ട് ഉപയോഗിച്ചിരുന്നത്. അക്ഷരങ്ങളല്ല, അവർ വ്യത്യസ്ത രീതിയിലുള്ള ചിഹ്നങ്ങളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. മുദ്രകളിലാണ് അവരുടെ എഴുത്തുവിദ്യ ഏറ്റവും അധികം കാണപ്പെടുന്നത്. ഇത്തരത്തിൽ അവർ മുദ്രകളിലാണ് ഏറ്റവും കൂടുതൽ എഴുത്തുവിദ്യ ഉപയോഗിക്കുന്നത്. അക്ഷരങ്ങളല്ല, അവർ ചിഹ്നങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഇത്തരത്തിലുള്ള ഈ ഒരു ഹാരപ്പൻ സംസ്കാരം പിന്നീട് തകർച്ച നേരിടേണ്ടതായിട്ടും വന്നു. എന്താണ് കാരണം എന്നുള്ളത് പലതരത്തിലാണ് പറയപ്പെടുന്നത്, നമുക്ക് നോക്കാം. ഏകദേശം BCE 1900 കൂടി ഹാരപ്പൻ നഗരങ്ങൾ തകർച്ചയെ നേരിട്ടു. ഹാരപ്പൻ സംസ്കാരത്തിന്റെ തകർച്ചയെ സംബന്ധിച്ച് നിരവധി അഭിപ്രായങ്ങളുണ്ട്. അവയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്താന്ന് വെച്ചാൽ ഭൂമിയുടെ അമിതമായ ഉപയോഗം ഒരു കാരണമാണെന്ന് അവർ പറയുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് തകർച്ച സംഭവിച്ചേക്കാം എന്നും പറയുന്നുണ്ട്. വനനശീകരണം ഒരു കാരണമായിട്ടുണ്ടാകാം എന്നും പറയുന്നു. പ്രധാനമായും പറയുന്നത് 2 കാരണങ്ങളാണ്. ഒന്ന്, ആര്യന്മാരുടെ കടന്നുവരവോടെ അവിടെയുള്ള ജനത നശിപ്പിക്കപ്പെട്ടു. ആ ഒരു സിറ്റിയുടെ എവിഡൻസ് മാത്രമായി ബാക്കിയാക്കപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. കാരണം ഇവിടെ എടുത്തു പറയുന്നത് മോഹൻജദാരോയാണ്, മരിച്ചവരുടെ കുന്നുകളുണ്ടല്ലോ. അപ്പൊ അത്തരത്തിൽ ആര്യൻസിന്റെ കടന്നുവരവോടെയാണ് ഇവിടെ ഒരു നാശം, ഇൻഡസ് സിവിലൈസേഷന്റെ ഒരു ഡിക്ലൈൻ സംഭവിച്ചത് എന്ന് പറയുന്നുണ്ട്. പിന്നീട് പറയുന്ന പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് ഇത് നിരന്തരമുണ്ടായ പ്രളയം എന്നുള്ളത്. ഫ്ലഡ് കൊണ്ടാണ്, അതായത് റിവറിന്റെ സൈഡിലാണല്ലോ, നദീതടങ്ങളിലാണല്ലോ സംസ്കാരങ്ങൾ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നദികൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട നദികൾ അല്ലെങ്കിൽ നദിയുടെ ട്രിബ്യൂട്ടറീസിന്റെ കൈവഴികളുടെ നദീതടത്തിലാണ് ഈ സംസ്കാരങ്ങളൊക്കെ നിലനിന്നിരുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള നദികളിൽ നിന്നുള്ള ഫ്ലഡ് സംഭവിച്ച് നിരന്തരമായ പ്രളയം ഉണ്ടായിട്ട് അതിന്റെ തുടർച്ചയായിട്ടാണ് ഈ ഒരു സംസ്കാരം നശിച്ചത് അല്ലെങ്കിൽ തകർച്ച അനുഭവിക്കേണ്ടി വന്നത്, തകർച്ച ഉണ്ടായത് എന്നാണ് പറയപ്പെടുന്നത്. എന്നിരുന്നാലും ഈ ഹാരപ്പൻ സംസ്കാരത്തിന്റെ തകർച്ചയ്ക്കുള്ള കാരണം എടുത്തു പറയുന്നില്ല, ഇവയെല്ലാം ആകാം എന്നാണ് പറയപ്പെടുന്നത്. പ്രാചീന കാലത്തെ മനുഷ്യ ചരിത്രത്തെ രേഖപ്പെടുത്തുക എന്നത് ഏറെ ദുഷ്കരവും ശ്രമകരവുമായിട്ടുള്ള പ്രവൃത്തിയാണ്. പലതരത്തിലുള്ള സ്രോതസ്സുകളിൽ നിന്നാണ് നമ്മൾ ഇത്തരത്തിലുള്ള തെളിവുകൾ ശേഖരിക്കുകയും അതിൽ നിന്ന് അനുമാനങ്ങൾ കണ്ടെത്തുകയും ചെയ്യുന്നത്. ഇന്നും മിക്ക കാര്യങ്ങൾക്കും കൃത്യമായൊരു അവലോകനം കണ്ടെത്താൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പോ എഴുതപ്പെട്ട തെളിവുകൾ ഒന്നും ലഭ്യമല്ലാതിരുന്ന ചരിത്രാതീത കാലഘട്ടത്തിലെ മനുഷ്യരെ കുറിച്ചും അവരുടെ ജീവിതത്തെക്കുറിച്ചും പഠിക്കാൻ ചരിത്രശേഷിപ്പുകളായ പുരാവസ്തു തെളിവുകൾ മാത്രമാണ് നമുക്ക് ഇന്ന് ആശ്രയമായിട്ടുള്ളത്. ഇത്തരം തെളിവുകൾ വിശകലനം ചെയ്താണ് ചരിത്രകാരർ മനുഷ്യരുടെ ഉൽപ്പത്തി മുതൽ ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് രൂപപ്പെട്ട മനുഷ്യരെ കുറിച്ച് ഫോസിൽ അവശിഷ്ടങ്ങൾ തെളിവുകൾ നൽകുമ്പോൾ ശിലായുധങ്ങളും ഉപകരണങ്ങളും ഗുഹാചിത്രങ്ങളും ശിലായുഗത്തെ മനുഷ്യരെ കുറിച്ച് നമ്മോട്
പറയുന്നുണ്ട്. അപ്പൊ ഇതിലൂടെ എല്ലാമാണ് ഫോസിലിലൂടെയും അതുപോലെ മറ്റു ഉപകരണങ്ങളും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓരോ ശിലായുഗത്തിൽ നിന്ന് കണ്ടെത്തി. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഭിംബേട്ക, വയനാടിലെ ഇടക്കൽ കേവ്സ്, ഇവയിൽ നിന്നൊക്കെയുള്ള ചിത്രങ്ങളും, ഇത് മാത്രമല്ല ഒട്ടനവധി സൈറ്റുകളും ഉണ്ട്. അവയിൽ നിന്നൊക്കെയുള്ള ചിത്രങ്ങളും അതുപോലെയുള്ള എഴുത്ത് രീതികളും ലിപികളും ഉപകരണങ്ങളും ശിലായുധങ്ങളും ഒക്കെ എടുത്ത് ഇവയിൽ നിന്ന് പഠിച്ചാണ് ശിലായുഗത്തെക്കുറിച്ചും ആദിമകാലത്തെ മനുഷ്യരെ കുറിച്ചും ഒക്കെയുള്ള പഠനങ്ങളുടെ ഫലമായിട്ടാണ് നമുക്ക് ഇന്ന് അറിയപ്പെടുന്ന ഓരോ വിവരങ്ങളും കിട്ടുന്നത്. അങ്ങനെയുള്ള പഠനത്തിലൂടെയാണ് നമുക്ക് ഇവ ഓരോന്നും ലഭിച്ചിട്ടുള്ളത്. ഇങ്ങനെ നവീന ശിലായുഗത്തിലെ കൃഷിയുടെ ആരംഭം സംഭവിച്ചു. അതിലൂടെ സ്ഥിരവാസ കേന്ദ്രങ്ങളുടെ വികാസമുണ്ടായി. ഇവയെല്ലാം തന്നെ നമ്മുടെ മനുഷ്യന്റെ ചരിത്രത്തിലെ, മാനവ ചരിത്രത്തിലെ നാഴികക്കല്ലുകളായിരുന്നു. പിന്നീട് വെങ്കല യുഗത്തിലേക്ക് വന്നപ്പോൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ തരത്തിലുള്ള സംസ്കാരങ്ങൾ രൂപപ്പെടുകയും മനുഷ്യർ കൈവരിച്ച നേട്ടങ്ങൾ, കാലാതീതമായിട്ട് മനുഷ്യർ കൈവരിച്ച നേട്ടങ്ങൾ നമുക്ക് ചരിത്രമായി മാറുകയും ആ ചരിത്രം നമുക്ക് കാട്ടിത്തരികയും ചെയ്യുന്നുണ്ട്. പ്രാചീന സംസ്കാരത്തിൽ രൂപപ്പെട്ട രീതികളും അറിവുകളുടെയും ഒക്കെ തുടർച്ചയായിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഒരു സംസ്കാരം, അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ സംസ്കാരത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഭൂതകാലത്തെ കുറിച്ചുള്ള ഇത്തരത്തിലുള്ള ഓർമ്മപ്പെടുത്തലുകൾ നമ്മുടെ ഭാവിയിലേക്കുള്ള ഒരു ചവിട്ടുപടിയായിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ്. ഇങ്ങനെയെല്ലാമാണ് നമുക്ക് ഓരോ തരത്തിൽ നമുക്ക് പ്രാചീന കാലത്തെക്കുറിച്ച്, ആദിമ മനുഷ്യരെ കുറിച്ച് അറിവുകൾ ലഭിക്കുന്നതും മുന്നോട്ടുള്ള യാത്രയിൽ അവ നമ്മെ സഹായിക്കുന്നതും. അപ്പൊ ഇവയെല്ലാം എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇവയിൽ നിന്നും PSC അത്യാവശ്യം നല്ല രീതിയിൽ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഓരോ പേരുകളും എടുത്ത് പഠിക്കേണ്ടതുമാണ്. ചെറിയ ചാപ്റ്ററാണ്, മാത്രമല്ല നമ്മൾ നേരത്തെ പഠിച്ച ക്ലാസ്സുകളിൽ നിന്ന് ഒരുപാട് കണക്ഷൻ ഉണ്ടായിട്ടുള്ളത് കൊണ്ട് തന്നെ ഇവയെല്ലാം കുറച്ചും കൂടി എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു എന്നും വിശ്വസിക്കുകയാണ്. ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം മറക്കണ്ട, ഫോസിലുകളെ കുറിച്ചുള്ള പഠനം എന്താണെന്നുള്ളത് കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്താനായിട്ട് മറക്കണ്ട കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഈ ഒരു ചാപ്റ്റർ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്. നന്നായിട്ട് പഠിക്കുക കേട്ടോ.